also feel like I've spoken about a lot of things that I generally don't speak about in interviews. So I'm feeling quite exposed. ഞാൻ ഒരു സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ റിപ്പീറ്റഡ്ലി ഇരുന്ന് കിരീടം കാണുമായിരുന്നു. ലൈക്ക് ഒന്ന് കണ്ടു തീർത്ത് ഇമ്മീഡിയറ്റ്ലി അങ്ങനെയൊക്കെ ചില സമയത്തേക്ക് നിന്ന് ട്രിപ്പ് ചെയ്യും ചില സിനിമ. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണേലും നാടകം ചെയ്യുന്ന സമയത്താണേലും ഒക്കെ I'm constantly searching on the floor, never going in really knowing exactly what it will be or what the answers are. So I forgot your question. അപ്പോൾ വീട്ടിൽ നിന്ന് അപ്പം ചെറിയ സീനൊക്കെ ആയി വീണ്ടും ഒരു കൊല്ലം എഞ്ചിനീയറിംഗ് പോയതായപ്പോൾ 3 കൊല്ലത്തെ BSc 4 കൊല്ലം ആവുന്നത് എന്താണ് പരിപാടി. അപ്പോൾ തന്നെ I was like maybe I should also make some money. അപ്പോൾ I started doing some jobs, part-time jobs ആ സമയത്ത്. ഇതൊക്കെ തന്നെ പോരെ, ഇതിൽ റിഹേഴ്സലൊക്കെ പോവാ, തിരിച്ചു വരിക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പോരെ. അത്രയൊക്കെ ഞാൻ ആലോചിച്ചുള്ളൂ. ഡിസിഷൻ മെയ്ഡ് ദാറ്റ് ഇമ്പൾസിവ്ലി വിത്ത് ദാറ്റ് മച്ച് നൈവിറ്റി വിച്ച് ഇസ് ദ റീസൺ ഇറ്റ് വാസ് മെയ്ഡ്. ഷർട്ട് ടക്കിൻ ചെയ്തേക്കുന്നത് പലപ്പോഴും അതിന്റെ ക്രീസസ് എല്ലാം മാറ്റി ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് സഡൻലി എവ്രിവൺ അറൗണ്ട് മീ erupted into correct pakka exact correct motion. One of my co-actors at that point said, listen, like you're the only person here right now to do this character. Now we've shot this much of the film, we can't find someone to replace you at night now. This sequence has to be shot, so whatever you do is going to be it. ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ലൈക്ക് ദ ബിഗർ വൺസ് I don't need to name, you guys all know, but like yeah, like പല രീതിയിലും ഇതെല്ലാം കണ്ട് then like we start slowly becoming our own person. Like what still feels right and wrong to you actually after a while, after the shock has left you, I guess goes on to say a lot about who you become or who you are. Hi Roshan, how are you? I'm very good, how are you? I'm good too, thanks. I'm actually not very good, I don't know why, I'm just used to saying that when the camera's on. I think all of us are used to just saying that. No, it's what we're taught to. Yeah. സുഖല്ലേ, സുഖാണ്. How are you? അപ്പോൾ തിരക്കേടില്ല. How are you? എന്ത് പറയാ, നീ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് I'm good എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. Basically, I am very curious to know about your school. My school? Yeah, your school. Because I've heard that you religiously go for your reunion. Yeah, I do. Every year. ഭയങ്കര ക്ലോസ് ആണെന്ന് അറിയാം ഫ്രണ്ട്സിൻ്റെ ഒപ്പം. സോ സ്കൂളിൽ നിന്ന് ലൈക്ക് കെ വിയിലാണല്ലോ പഠിച്ച, KV കോട്ടയം. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു അബ്സോർബ് ഫ്രം സ്കൂൾ ദാറ്റ് ലെഡ് ടു വാട്ട് യു ആർ ടുഡേ? ഇതെല്ലാത്തിലും സ്കൂളിന് ആക്ച്വലി ഒരു പങ്കുണ്ട്. മൈ സ്കൂൾ ഫ്രണ്ട്സ് ഹെൽപ്പ് ദ മോസ്റ്റ് ഇൻ കീപ്പിംഗ് മീ ഗ്രൗണ്ടഡ്. അവർ ഭയങ്കര ഒരു ഫേസ് ഉണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ വേർ ഇറ്റ് വാസ് ലൈക്ക് ഞാൻ സിനിമകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് ചില സിനിമകളൊക്കെ ഒന്ന് വർക്കായി. അപ്പോൾ സഡൻലി ഇവരെല്ലാവരും ഒരു ചെറിയൊരു ടൈം പീരീഡിൽ അവരുടെ എന്നോടുള്ള അപ്രോച്ച് ചെറുതായിട്ട് മാറി. മീൻസ് ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്യുമ്പം ചോദ്യങ്ങളൊക്കെ എപ്പോഴും കുറേ ചോദ്യങ്ങൾ എന്നോട് മാത്രം, ആൻഡ് എൻ്റെ മാത്രം ജോലിയിൽ ഭയങ്കരമായ ഇൻട്രസ്റ്റ്. സോ ദെൻ ലൈക്ക് വി ഗോട്ട് പാസ്റ്റ് ഇറ്റ് ആസ് എ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു പൊതുവെ സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കിന് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. സോ ലൈക്ക് വി ഗോട്ട് പാസ്റ്റ് ഇറ്റ് പതുക്കെ. ആൻഡ് നൗ ദിസ് ഫ്രണ്ട് സർക്കിൾ ഇസ് ലക്കിലി ബാക്ക് അറ്റ് എ പ്ലേസ് വെർ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ച ആൾക്കാരെന്നുള്ളതിനപ്പുറത്തേക്ക് ലൈക്ക് ഒരു ഹൈറാർക്കി ഡിഫറൻസ് ഒന്നും ആ ഗ്രൂപ്പിലില്ല. ആർക്കും ഒരു പർട്ടിക്കുലർ ആളുടെ സമയത്തിന് കൂടുതൽ വില കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരാളുടെ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമൊന്നുമില്ല. സോ ദാറ്റ് ഫ്രണ്ട് സർക്കിൾസ് ഇക്വേഷൻ ഹാസ് ഗോൺ ബാക്ക് ടു എക്സാക്ട്ലി ഹൗ ഇറ്റ് വാസ് ഇൻ സ്കൂൾ. പിന്നെ ഇത്രയും കാലം കൊണ്ട് നമ്മൾ വളരുന്നതിൻ്റെ കൂടെ ഉണ്ടാകുന്ന എവല്യൂഷൻ ആ ഇക്വേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെനെവർ ഐ ചിൽ വിത്ത് ദെം ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലൈക്ക് കംഫർട്ടബിൾ ആൻഡ് മോസ്റ്റ് like it feels like home. It feels like you're yourself. Yeah. Pandu mate Changanasheri. And it's also, there's no pressure to be exactly the guy I was when we were in school, because none of us are. അപ്പോൾ ഈ ലൈക്ക് നമ്മൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ഇവര് ലൈക്ക് they're all very accepting of it. And they've seen ഇത്രയും കാലമായിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് ചെറുപ്പം തൊട്ടിട്ട് അറിയുമ്പോൾ you've grown up together. Yeah. You went into engineering. എന്തിനാണ് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തത്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ ആവണ്ട എന്ന് മാത്രമേ അറിയുള്ളായിരുന്നു. എന്താവണമെന്നുള്ളതിന് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. സോ മൈ സിസ്റ്റർ ഐ തിങ്ക് അറ്റ് സം പോയിന്റ് ഒന്നെങ്കിൽ ചേച്ചി പറഞ്ഞു അല്ലെങ്കിൽ അവളോട് ആരോ പറഞ്ഞു ഡോക്ടർ ആയിക്കോ എന്നുള്ളത്. അപ്പം എനിക്ക് നിർബന്ധമായിട്ടും അത് വേണ്ട എന്നുള്ള
But then your sister went into architecture. She went into architecture. Yeah. പക്ഷേ മെഡിസിൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ കുറച്ച് നാൾ പോയായിരുന്നു. സിമിലർലി ഞാനപ്പോൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ്, ഇത് രണ്ടീന്ന് ഒരെണ്ണം എന്നുള്ള ചോയ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് സൗണ്ട് സോ സില്ലി, പക്ഷേ ഒരു വലിയ പാർട്ട് ഓഫ് ഇറ്റ് വാസ് ദാറ്റ് എൻ്റെ ഡാഡ് വർക്ക് ചെയ്തത് ബാങ്കിലാണ്, അമ്മ എഞ്ചിനീയർ ആയിരുന്നു, PWDയിലായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ അമ്മ വീട്ടിലെത്തും, ഡാഡ് രാത്രിയിലാണ് എത്തുന്നത്. So then I was like, engineer ആണെങ്കിൽ കുറച്ച് പണിയെടുത്താൽ എന്നുള്ളത്. But like Amma was also a homemaker. She came back because she had that much to do at home. Dad was a workaholic, but he was like at the bank all. ഇതൊന്നും ആ സമയത്ത് മനസ്സിലാവുന്നില്ല. It was just like lesser hours at work. So engineer. അങ്ങനെ ഈ കോച്ചിങ് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലാവേണ്ടതായിരുന്നു അത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലാന്ന്. പക്ഷേ അത് മനസ്സിലാക്കാൻ കുറേ വൈകിപ്പോയി. ഒരു കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചും കഴിഞ്ഞിട്ടാണ് ഞാൻ വിടുന്നത്. Are you an introvert? So എൻ്റെ ഒരു assumption is that you're an introvert. ഇങ്ങനെ ബോഡി ലാംഗ്വേജ് എന്തൊക്കെ ആയിട്ട് കണ്ടിടത്തോളം I feel like you're an introvert. Then maybe I am. I feel like I am like... What do you categorize yourself as? I don't actually. കാരണം I'm very different in different settings actually. അപ്പോൾ കുറേ നാൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ലൈക്ക് ശരിക്കും ഞാൻ മാത്രം വീട്ടിലുള്ളപ്പോൾ ഉള്ള ഞാനാണോ ആക്ച്വൽ സംഭവം എന്നൊക്കെ ഇങ്ങനെ കുറേ ആലോചിച്ച് പ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ദെൻ എപ്പോഴും അറ്റ് സം പോയിന്റ് ഐ ഹാഡ് ദ സെൻസ് ടു റിയലൈസ് ദാറ്റ് ഓൾ ഓഫ് ദാറ്റ് ഇസ് മീ. അപ്പം ഞാൻ ആക്ച്വലി പല സെറ്റിങ്സിൽ ഭയങ്കര റാഡിക്കലി ഡിഫറെൻറ്റാണ്. ആൻഡ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കും മനസ്സിലാവുള്ളൂ ഞാൻ എങ്ങനെ ആവാൻ പോകുന്നത്. I've heard you say that മദ്രാസ് ഗ്രൂപ്പിൻ്റെ ഒപ്പം യു ആർ ദ ലീഡർ and in Bombay you are the follower. സ്കൂൾ ഗ്രൂപ്പിൽ ഞാൻ രണ്ടുമല്ല. ഞാനിത് ഇതിന്റെ ഇടയിൽ എവിടെയും ഇങ്ങനെ മാറി മാറി നിന്നോണ്ടി ഭയങ്കര ഫ്ലക്സിലാണ്. സോ ലൈക്ക് ആൻഡ് ഓൾസോ ബിക്കോസ് നമ്മുടെ ജോലിയുടെ നേച്ചറും അങ്ങനെയാണല്ലോ. യു കോൺസ്റ്റന്റ്ലി ഒന്ന് ലൈക്ക് ഫോർ ലോങ് പീരിയഡ്സ് വർക്കിംഗ് കൊളാബറേറ്റിംഗ് വിത്ത് ന്യൂ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ, പക്ഷെ ഓൾസോ കോൺസ്റ്റന്റ്ലി മീറ്റിംഗ് ന്യൂ പീപ്പിൾ. അതിപ്പോൾ ഒരൊറ്റ വൺ ടൈം മീറ്റിംഗും കൂടി ആവാം, പക്ഷെ അതിൽ തന്നെ ഓരോ മീറ്റിംഗിൽ ചെന്ന് കഴിയുമ്പോഴേ എനിക്ക് അറിയുള്ളൂ ആക്ച്വലി എങ്ങനെയൊക്കെയാണ്. ദർ ആർ സം തിങ്സ് വിച്ച് ഡോണ്ട് ചേഞ്ച്. ഒരു ലൈക്ക് യുനോ അത് ഭയങ്കര ലൈക്ക് ഹാർഡ് ഫൗണ്ടേഷൻ ഓഫ് ദ പേഴ്സണാലിറ്റി. അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ എനിക്ക് ഉറപ്പുണ്ടായി ഇത് സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ അതിനപ്പുറത്തുള്ള ഒരു വലിയ ഏരിയ ഇസ് കോൺസ്റ്റന്റ്ലി അഡാപ്റ്റിംഗ് ടു ദി എൻവയൺമെന്റ്. അപ്പൊ എനിക്കറിയില്ല ആംബിവർട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ജനറൽ പ്രിൻസിപ്പിൾ. വാട്ട് വുഡ് യു സേ ആർ യുവർ കോർ ബിലീവ്സ്? I wanted to ask what are these beliefs that came through your characters? പക്ഷെ അതിനേക്കാൾ ഈസിയർ ക്വസ്റ്റ്യൻ ഉണ്ടാവുക what are your core beliefs? Actually എനിക്ക് maybe easier to answer will be what came through the characters. കാരണം കുറേ ലേണിംഗ് നടക്കാറുണ്ട്. ലൈക്ക് ഫേസ്റ്റ്ലി ഈ മറ്റേ അഭിനയം എന്ന് പറയുന്ന സാധനം ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്ന മൊമെന്റിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് തിരിച്ചറിവ് ഇസ് ദാറ്റ് എംപതി ഇസ് ദ കീ. വേറെ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റണം, എങ്കിലേ ഇത് അടിസ്ഥാനപരമായിട്ട് ഈ പണി അപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദെൻ ദാറ്റ് ബ്രിങ്സ് അബൌട്ട് എ ഹ്യൂജ് ചേഞ്ച് ഇൻ യു ആസ് എ പേഴ്സൺ. ബിക്കോസ് ഐ തിങ്ക് ഐ വാസ് എ ഫെയർലി self-centered person, and like I was a younger child. I was brought up at home also where അതിനെ ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള വലിയ സിനാരിയോസ് ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഈ സെൽഫ് സെൻറ്റേർഡ് നേച്ചറിനെ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്യുന്ന ഒന്നും ഉണ്ടായിട്ടില്ല അൺടിൽ ആക്ടിങ് സ്റ്റാർട്ടഡ്. ആൻഡ് ഓൾസോ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഫോർ അത് ഭയങ്കര വലിയ ഇൻഫ്ലുവൻസ് ആയിരുന്നു. There's a much bigger, brighter, fantastic, unknown world out there എന്നുള്ളത് ആ ഒരു ഫേസിലാണ് തോന്നി തുടങ്ങി. വിച്ച് ഇസ് അറൗണ്ട് ദ സെയിം ടൈം when I started discovering acting. ആൻഡ് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തപ്പോൾ അവർ they showed me that ഇത് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നിട്ട് സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിലോ കൊണ്ട് ഇത് ഛർദ്ദിച്ച് വയ്ക്കുന്നതല്ല ഈ പരിപാടി എന്ന് മനസ്സിലാവുന്ന മൊമെൻറ്റിൽ like this lens started turning outwards, and അങ്ങനെ ഒരു മേജർ ചേഞ്ച് അപ്പം നടന്നു. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് സംതിങ് ദാറ്റ് ദിസ് പ്രൊഫഷൻ ഗേവ് മീ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ആസ് യു ആർ ട്രേസിംഗ് ദിസ് ക്യാരക്ടേഴ്സ് ആർക്ക് ത്രൂ ദ സ്റ്റോറി, യു ആർ ഓൾസോ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ദ ഡിസിഷൻസ് that they take, the things that the parameters that these decisions are based on. കുറേയൊക്കെ ഈ ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ കഥകളിലൂടെ നമ്മൾ അറിഞ്ഞും കഴിയുമ്പം come to this understanding that ഈ ജഡ്ജ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല, ഇത് നല്ലത് ഇത് ശരിയെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ലൈക്ക് ഈ മോറൽ സ്കെയിൽസ് ടിൽറ്റിങ് ഹിയർ ആൻഡ് ദെയർ എന്നുള്ള സാധനമൊക്കെ ഭയങ്കരമായിട്ട് സംഭവിച്ചു തുടങ്ങി. വിച്ച് ഇസ് ആക്ച്വലി ഇറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ ദറ്റ് യു ആസ്ക്ഡ്. ഐ ഹോപ്പ് ഐ എം ബീങ് ലൈക്ക് ആർട്ടിക്കുലേറ്റ് ആൻഡ് ലൈക്ക് ക്ലിയർ ഇനഫ്. ഐ ഡോണ്ട് നോ. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ്സ് അബൌട്ട് ദിസ് പ്രൊഫഷൻ ഓൾസോ. Talking about decisions that people have
taken. Characters-ന്റെ ഇതെല്ലാം in your case Madras Christian College-ൽ പോയി and you did BSc Physics. Again, why like ഒരു from the pot to the fire എന്ന് പറയുന്ന പോലെയാണ് ഫിസിക്സ് എടുത്തിട്ട് പോയി. ഇത്രയും നേരത്തെ ഭയങ്കര ഡീപ്പായിട്ടൊക്കെ സംസാരിച്ചിട്ട് all of my educational choices have been really silly and really impulsive. ഒരു രീതിയിലും ആലോചിച്ച് ഇൻഫോംഡ് ആയിട്ട് എടുത്തുള്ള ഡിസിഷൻ. പക്ഷെ അഗൈൻ ലൈക്ക് യു സെഡ് ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ആ കാലത്തെ റോഷനെ നോക്കുമ്പോൾ യു ആർ വാട്ട് 19 year old. ഒരു 19-year-oldന്റെ അടുത്ത് ഇപ്പൊ നമ്മള് അയ്യേ എന്തിനാ അത് ചെയ്തതെന്ന് ആലോചിക്കും. പക്ഷെ യു ഹാഡ് യുവർ ജസ്റ്റിഫിക്കേഷൻ, ദാറ്റ് പേഴ്സൺ ഹാഡ് ഹിസ് ജസ്റ്റിഫിക്കേഷൻസ് ഫോർ ഡൂയിങ്. That person thought he was going to join the Defense Research and Development Organization of India and make missiles and like നല്ലത് തന്നെ. അതായിരുന്നു. ഞാനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാൻ, ഇസ്രോയില് ജോയിൻ ചെയ്യണം. ഈസ് ലൈക്ക് വെരി ഗുഡ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അവിടെ വേണം. നല്ല രസമായി. ഞാൻ ഭയങ്കര കൂളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ലൈക്ക് വി ഹാഡ് ഗുഡ് ടീച്ചേഴ്സ് ആക്ച്വലി. ഫിസിക്സിൽ സ്കൂളിൽ 1-2 നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കൊല്ലം കുസാറ്റിൽ പഠിച്ചപ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അഗൈൻ ലൈക്ക് ബ്രില്യൻ ടീച്ചർ. അപ്പോൾ എനിക്ക് ഈ പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സബ്ജക്റ്റ് ഞാൻ ശരിക്കും ജെന്യുവൻലി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് പഠിക്കാൻ മാർക്ക് മേടിക്കുക എന്നുള്ളതിനപ്പുറം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്. And I was tripping on it a little bit. So I thought, okay. പക്ഷേ it was knowledge that you acquired. പക്ഷേ കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇല്ല, ആകെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടൊരു കരിയർ പിക്ക് ചെയ്യുന്നതിന് ഒരു ചെറിയ വ്യത്യാസം വന്നതേ ഉള്ളൂ. ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു എന്നാൽ ആ സബ്ജക്റ്റ് അങ്ങ് പെർസ്യൂ ചെയ്യാം, എന്നിട്ട് കരിയർ എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാം. ഈ DRDO സാധനമൊക്കെ ഇങ്ങനെ വെറുതെ പറയുമായിരുന്നു. പക്ഷെ ഓൾസോ ഐ വാണ്ടഡ് ടു ജോയിൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. അവിടെ എനിക്ക് ഒന്നെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷിനായിരുന്നു അഡ്മിഷൻ കിട്ടാൻ സാധ്യത. അപ്പോൾ ഇംഗ്ലീഷാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആ സമയത്ത് ഞാൻ ഓർത്തത് അതായിരുന്നു ചെയ്യേണ്ടത്. ഞാൻ ഭയങ്കരമായിട്ട് ചിലപ്പോൾ എൻജോയ് ചെയ്തേനെ. ഞാൻ ഉഗ്രൻ ഡിപ്പാർട്ട്മെൻറ്റുമായിരുന്നു physics, not that. I would have played well with your theater bag. Maybe പറയാൻ പറ്റില്ല. ചിലപ്പോൾ you would have like hated it also. Or you would have liked English so much that theaterന് പോയിണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം, എനിക്കറിയില്ല. ഇത് ഡിപ്പാർട്ട്മെന്റ് കൂളായിരുന്നു. The kids are a lot cooler, I think. പക്ഷേ what basically tilted it in my favor was like, or like in physics' favor was me thinking അപ്പോൾ പിന്നെ 11ലും 12ലും സയൻസ് പഠിച്ചത് എന്തിനാ, മറ്റേ കോളേജിൽ പോയിട്ട് ഇംഗ്ലീഷ് എടുക്കാനാണെങ്കിൽ ആ എഫേർട്ട് sunk capital fallacy. അതാണ്. ഇത് exactly that. It was like really stupid, I guess, but also good in a way. കാരണം ഇല്ല അതൊന്നും ഇല്ലെങ്കിൽ ഇതില്ല, അതുണ്ടായതുകൊണ്ടാണ് I'm able to interview you. And physics ഡിപ്പാർട്ട്മെന്റ് പോകാൻ താല്പര്യമില്ലാഞ്ഞതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തത് കോളേജിലായിരുന്ന സമയത്ത്. ആ പല കാര്യങ്ങളും ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So why did you want to get into MCC? My grandfather went there. അപ്പോൾ I had heard a lot. കഥകൾ കേട്ടിട്ടുണ്ട്. യുവർ സിസ്റ്റർ ഗ്രാൻഡ് സിസ്റ്റർ കാരനാണ് തിയേറ്ററിലേക്ക് തന്നെ പോണത്. ഞാൻ തന്നെ ഒരു പണി എടുത്തു. ഞാനിങ്ങനെ I was listening to one of your interviews again, and അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, you were saying that she studied in Mysore and University School of Designൽ ആർക്കിടെക്ചർ ആണത്. And I was like എൻ്റെ ഫ്രണ്ട്സ് അവിടെ പോയിട്ട്, so I know exactly what you're talking about, because ഞാനിവിടെ ബിടെക് ചെയ്യുമ്പോൾ അവിടെ അവര് ചില്ല് ചെയ്തിട്ട് ഫുൾ ലൈഫ് വേറെ ആയിരുന്നു. എനിക്ക് അതുപോലൊരു കോളേജ് ലൈഫ് ഭയങ്കര ആസ്പിറേഷണൽ കോളേജ് ലൈഫ് ആയിരുന്നു അവിടെ ഞാൻ പോയപ്പോൾ കണ്ടതും പിന്നെ ഇവള് പറഞ്ഞ കഥകളിന്നൊക്കെ കേട്ടതും. സോ ലൈക്ക് ഇവര് ഭയങ്കര ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു കേട്ടോ, ചേച്ചി, ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഈ അച്ചായൻ MCC പോയ കഥ ഒരു ലെജൻഡറി സ്റ്റോറിയാണ്. And he is a good storyteller too, right? He's a great storyteller. I haven't directly, like, I probably have, but I don't remember. He passed away when I was 4. So I heard retellings of stories that he told. എന്നിട്ടും the stories are so good. And sometimes in retelling, embellishments happen. The stories get like, അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ഇത് മറ്റേ ഭയങ്കര അച്ചീവ്മെൻറ്റ്. പുള്ളി MCC വരെ പോയത് തന്നെ. പിന്നെ അവിടെ ഈ കോളേജിനെ പറ്റി കേട്ട പരിപാടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. സോ ഐ ലുക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ജസ്റ്റ് ലൈക്ക് ഫസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് യു വിൽ ഐ ഫീൽ എല്ലാവരുടെയും മേ ബി ടേസ്റ്റ് സെയിം ആവണമെന്നില്ല, ബട്ട് ഐ ലൈക്ക് ദ ക്യാമ്പസ്. ഐ ലൈക്ക് വാട്ട് ഐ സോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അതിലും കൂടുതൽ ഇഷ്ടമായി. ദെൻ ദർ ആർ ലോട്ട് ഓഫ് ലൈക്ക് ലെജൻഡ്സ് ആൻഡ് ലോർ അബൌട്ട് MCC. പിന്നെ ദിസ് ലൈക്ക് ലോട്ട് ഓഫ് ട്രഡീഷൻസ് ദർ വിച്ച് ലൈക്ക് ഫോർ മീ, so it comes with its own stories, life in that college.
അപ്പം ഞാൻ ഭയങ്കര അട്രാക്റ്റഡ്. എനിക്ക് എങ്ങനെയെങ്കിലും ആ കോളേജിൽ കയറിയാൽ മതി, വേറെ ഒന്നും വേണ്ട. 6 മാസം കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്നും കൂടെ ഇറങ്ങിക്കോട്ടെ എന്നുള്ളത് ഇത് എനിക്ക് ഒട്ടും സെറ്റാണ്. പക്ഷെ ദാറ്റ് വാസ് എ ഡിപ്പാർട്ട്മെന്റ്. അത് എനിക്ക് കോളേജിൽ സെറ്റപ്പ് ഒന്നും എടുത്തിട്ടൊന്നും അല്ലായിരുന്നു. പക്ഷെ സോ ഫസ്റ്റ് ടൈം വാട്ട് ഡിഡ് യുവർ പേരൻസ് സേ ഇങ്ങനെ ചേട്ടന് വിടണം പറഞ്ഞപ്പോൾ? അവര് ഭയങ്കര സ്വാഭാവികമായിട്ടും they were like shocked, they resisted it. പിന്നെ they also like fought against it. They told me that നീ ഭയങ്കര ചെറുപ്പം, you don't know what you're saying, you don't know what you're doing, ഇതിന്റെ ഭവിഷ്യത്ത് എന്താവും അറിയില്ല. സ്വാഭാവികമായിട്ടും പേരൻസ് പറയുന്ന എല്ലാ കാര്യവും, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അബ്സല്യൂട്ട്ലി പറ്റില്ല എന്ന് മാത്രം പറഞ്ഞില്ല. എല്ലാത്തിന്റെ അവസാനം ഒന്നുകൂടെ ആലോചിച്ചു. I was really certain after a really long time in life about something, and that something was that I wanted to get out of here. I did not see myself having a happy, that's all. I think I was chasing happiness. I didn't see myself having a happy 3 more years in that college. I didn't see myself learning anything of value there, not because of the university or the college or any of the faculty or കൂടെ ഉള്ള ആൾക്കാർ, അവരുടെ ഒന്നും ഫോൾട്ട് അല്ല, പ്യുവർലി മൈൻഡ്. I was resistant to it. ഞാൻ പിക്കപ്പ് ചെയ്യില്ല ഈ പരിപാടി, എനിക്കിഷ്ടമല്ല. അപ്പോൾ ലൈക്ക് and I feel one of the things is that engineering പഠിക്കാൻ തുടങ്ങുമ്പോൾ it is not what you think it is പുറത്തുനിന്ന്. സോ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിൽ ഞാൻ പോകുമ്പോൾ റോബോട്ടിക്സ് ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നില്ല. ഞാൻ വിചാരിച്ച അവിടെ പോയിട്ട് റോബോട്ട് ഉണ്ടാക്കാതെ പഠിക്കേണ്ട IC555 ഒക്കെയാണ്, ലൈക്ക് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുന്ന ചിപ്പ്. ഫൗണ്ടേഷണൽ നോളജ് വേണം, പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഡിഫറെന്റ് ആണ്. അഗൈൻ ഇറ്റ്സ് എക്സ്പെക്ടേഷൻസ്. ആ ഒരു എക്സ്പെക്ടേഷൻ സെറ്റിംഗ് ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി ഡൺ ബെറ്റർ ഇൻ നമ്മുടെ സ്കൂൾ ഫേസിൽ. ഈ എൻട്രൻസ് കോച്ചിങ് പ്രിപ്പറേഷൻ്റെ ഒപ്പം ആ എക്സ്പെക്ടേഷൻ സെറ്റിംഗ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എഫക്റ്റീവ് ആവും. നമ്മളെ എക്സാം ക്രാക്ക് ചെയ്യാൻ മാത്രമേ പഠിക്കുള്ളൂ. ദാറ്റ്സ് വെരി ട്രൂ. ആൻഡ് കുറേയൊക്കെ അഗൈൻ ലൈക്ക് ലുക്കിംഗ് ബാക്ക്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ സിസ്റ്റം, ബിക്കോസ് ഐ എം വെരി ക്ലോസ് ടു മൈ കസിൻസ്. അതിൽ നിന്നൊരു 5-6 പേര്, മേ ബി അത് കൂടുതൽ ആൾക്കാർ, 10 കസിൻസ് ഉണ്ട് ഞങ്ങൾ എൻ്റെ അമ്മയുടെ സൈഡിൽ. അതിൽ 10ാമത്തെ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മേളിലുള്ള 9 പേരിൽ എനിക്ക് തോന്നുന്നു 5 പേര് മിനിമം എഞ്ചിനീയേഴ്സാണ്. ഐ ഡിഡ്ന്റ് ഈവൻ ട്രൈ ടു ആസ്ക് ദം വാട്ട് ഇറ്റ് ആക്ച്വലി ഈസ് ലൈക്ക്, എന്തായിരിക്കും പഠിക്കേണ്ടി വരിക, അതായത് ഒന്നുമില്ല. കോളേജിലെ കുറേ കഥകൾ പറയുന്നത് കേട്ടിരിക്കുക എന്നുള്ളത്. none of it involves anything that's actually got to do with like what it entails, you know. അപ്പോൾ I was in this place where I felt like you've taken the most, you know, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ക്രോസ് റോഡ്സിലെത്തി. എന്നിട്ട് അവിടുന്ന് ഒരു വഴി എടുത്തു. ഈ വഴി വേണം ലൈഫ് മൊത്തം ഇനി സഞ്ചരിക്കാൻ. കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഈ വഴി ഇഷ്ടപ്പെട്ടില്ല. മുമ്പോട്ട് നോക്കുന്നിടത്തോളം ദൂരത്തിൽ ഇഷ്ടപ്പെടുന്നുമില്ല. Then why can't I just take a U-turn back? The thing is, you had earlier talked about the sunk capital fallacy which pushed you into physics. പക്ഷേ you've been able to overcome it. ഇല്ലെങ്കിൽ ഒരാൾ അത് പോയി ഞാൻ അതും വിട്ടു ഇതും വിട്ടു, വീട്ടുകാരുടെ അടുത്ത് ഇത് പറഞ്ഞു, ഫിസിക്സ് തന്നെ ചെയ്തു പോകണം എന്നുള്ള ഒരു രീതിയിൽ പോയാണ്. പക്ഷെ യു ഫൗണ്ട് എൻ ഔട്ട്ലെറ്റ് വിത്ത് തിയേറ്റർ. ആ കാലത്ത് ശരിക്കും എല്ലാവരും ഷോർട്ട് ഫിലിംസിന്റെ പിന്നിൽ പോകുന്ന സമയമായിരുന്നു നമ്മുടെ ആ ഒരു പ്രായത്തില്. ഷോർട്ട് ഫിലിംസ് അല്ലാണ്ട് തിയേറ്ററിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് തിയേറ്റർ ഇൻ അറ്റ്ലീസ്റ്റ് നമ്മൾ കേരള സർക്കിളിൽ തിയേറ്റർ ഇസ് either seen as too intellectual or it is seen as older form of, you know, performance art. ഭയങ്കര റാൻഡം ആയിരുന്നു ആക്ച്വലി. ഇറ്റ് വാസ് ജസ്റ്റ് പ്യൂർലി ലക്ക്. ആൻഡ് സിമിലർലി അറ്റ് ദ സെയിം ടൈം ഷോർട്ട് ഫിലിംസ് ആർ ഓൾസോ ഹാപ്പനിങ് വിത്തിൻ ക്യാമ്പസ്. അതായത് ഫസ്റ്റ് ഇയേഴ്സ് മേക്കിംഗ് ഇറ്റ്, സെക്കൻഡ് ഇയേഴ്സ് മേക്കിംഗ് ഇറ്റ്, ഹാളുകൾ താമസിക്കുന്നവർ തന്നെ. സോ ഓൾ ദിസ് ഇസ് ഹാപ്പനിങ്. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് എൻ്റെ ഫെമിലിയർ സ്പേസ് ഇതായിരുന്നു. കാരണം സ്കൂളിലൊക്കെ സ്കിറ്റും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് ആസ് മച്ച് ഫിയർ, ഐ ഗെസ്, വാക്കിംഗ് ഇൻ ടു ദാറ്റ് ഓഡിഷൻ ആസ് ഐ ഹാഡ് അറ്റ് ദ തോട്ട് ഓഫ്, you know, like maybe breaking into a new circle, ഈ ഫിലിം മേക്കിംഗ് ഗ്യാങ്ങിലൊക്കെ ചേർന്നിട്ട് അവിടെ അഭിനയിക്കാൻ അത്രയ്ക്ക് മറ്റേ ആസ് എൻ ആക്ടർ ഒന്നും ഞാൻ എന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. You were looking for community. Yeah, I was looking for, like community, ഈ പറയുന്ന പോലെ just something to do also. Like college ended at 1:40 or 1:30 or something. ബാക്കി ദിവസം ഇങ്ങനെ കിടക്കുക. And you're a student. And you know, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ മറ്റേ സാധനം പ്ലേ ചെയ്യുന്നുണ്ട്. എൻ്റെ ചേച്ചിയുടെ കോളേജ് ലൈഫ് ഞാൻ കണ്ടു. സോ ഇത് എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്ര സമയം കളയാൻ പാടില്ല, കോളേജ് ലൈഫ് കളർഫുൾ ആക്കണം എന്നുള്ള. അപ്പൊ അതിനെന്താണ് ഓക്കെ ഇത് കയറിയേക്കാം, ലൈക്ക് യു നോ, വേറെ the audition was also different. Like it was not like normally made you do exercises instead of
ഒരു വർക്ക്ഷോപ്പ് ഓഡിഷൻ ഫോർമാറ്റ് ആയിരുന്നു, പക്ഷെ എല്ലാവരും ഒരുമിച്ചൊന്നുമല്ല. യു ആർ കോൾഡ് ഇൻ 1 by 1. ദാറ്റ് വാസ് ലിറ്റിൽ ഇന്റിമിഡേറ്റിംഗ്. അവിടെ ഒറ്റയ്ക്ക് ചെന്ന് നിന്നിട്ട് എന്താ ചെയ്യാൻ പോകും, നമ്മുടെ കയ്യിലുണ്ടോ ഇവർ ഉദ്ദേശിക്കുന്ന സാധനം ഒന്നും അറിയില്ല. പക്ഷെ കുറച്ച് റാൻഡം എക്സസൈസസ് ഒക്കെ ചെയ്യിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അത് ബേസിക്കലി ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ് ആയിരുന്നു. പിന്നെ അതിൽ നിന്നൊരു ഗ്രൂപ്പിനെ വീണ്ടും വേറൊരു ഓഡിഷൻ ഔട്ട്സൈഡ് ദ സിറ്റി, അവിടെ എന്തോ വിളിച്ചു. ഒരു ഡാൻസ് സ്റ്റുഡിയോ ആയിരുന്നു, ഐ റിമെമ്പർ. അവിടെ കുറച്ച് ആൾക്കാർ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ദാറ്റ് വാസ് ആക്ച്വലി ലൈക്ക് വർക്ക്ഷോപ്പ് ഓഡിഷൻ. വാസ് ഇൻ വെരി ഇൻറ്റിമിഡേറ്റിംഗ്. അന്ന് അവിടെ വരെ ചെല്ലുന്നവരെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ വൺസ് സ്റ്റാർട്ടഡ് വാസ് പിടിച്ചത്. പിന്നെ ആ പ്ലേയുടെ പ്രോസസ് വാസ് വെരി വെരി നൈസ്. ഐ റിയലി എൻജോയ് ഇറ്റ്. ഐ ലൈക്ക് ദിസ് ലൈക്ക് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. I guess that's what led you to theatre ഇത്ര ഇൻട്രസ്റ്റ് അല്ലേ? That you know it's that sense of community comes from every performance. Yeah, that's what I still look for. It's that I find a lot of even ഇവിടെ ഇപ്പോൾ പോലും ഞങ്ങൾ like you guys helped out so graciously with like Bye Bye Bypass. So even now my happiest thing about the fact that we did these many shows of the play and will still do more is that we found this group. And it's such a great group of people. Everybody is fully comfortable being there, like collaborate ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നല്ല വർക്ക് ചെയ്യാൻ പറ്റും, നല്ല വർക്ക് അല്ല ചെയ്യുന്നതെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ പറ്റും. ഒരു ഭയങ്കര സേഫ് സ്പേസ് ആണത്. Bye Bye Bypass and 2 of those people are from your group from MCC, right? Yeah. We started doing അവന്മാർ രണ്ടുപേരും ജൂനിയേഴ്സാ. പക്ഷേ Why did you call it theatre number 59? Because we've been historically very bad with names. Never been able to name anything at all. Bye Bye Bypass is the first thing that we have named which we like. ബാക്കി ഞങ്ങളുടെ തിയേറ്റർ ഗ്രൂപ്പിനൊക്കെ ആക്ച്വലി ഒരു പേരുണ്ട്, എവിടെയും പുറത്ത് പറയാറില്ല. അപ്പോൾ ഈ പ്രശ്നം അന്ന് മുതലേ ഉണ്ട്. തിയേറ്റർ ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തു. കോളേജിൽ ഇത് ലോഞ്ച് ചെയ്യുന്നത് 6 നാടകങ്ങൾ ചെയ്തുകൊണ്ടാവും, ഓവർ 2 nights. അപ്പോൾ ഇതിൻ്റെ റിഹേഴ്സലുകൾ വരെ നടന്നുകൊണ്ടിരിക്കുക. ഷോ ഇസ് ലൈക്ക് ഗെറ്റിംഗ് ക്ലോസർ. വി ഡോണ്ട് ഹാവ് എ നെയിം. ആൻഡ് MCCയിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും പോപ്പുലർ തിയേറ്റർ ഗ്രൂപ്പ് ഇസ് കോൾഡ് തിയേറ്റർ 42. ഹിച്ച്ഹൈക്കേഴ്സ് ഗൈഡ് ടു ദി ഗാലക്സി 42 is the answer. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് ഓഫ് ലൈക്ക് റിയലി കൂൾ സീനിയേഴ്സ്. അപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദ സൗണ്ട് ഓഫ് ഇറ്റ് ഇസ് റിയലി നൈസ്. എന്നാലും വേണ്ട, വേറെ എന്തെങ്കിലും ആലോചിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റാഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പോൾ ഇട്ട് ഞങ്ങൾ. അന്ന് പോളൊന്നുമില്ല, വി ജസ്റ്റ് പുട്ട് ലൈൻ സെയിങ് വി ആർ ലുക്കിംഗ് ഫോർ എ നെയിം സജസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ തന്നെയുള്ള ഒരാൾ പറഞ്ഞു ചെന്നൈ 59-ലാണ് MCC ഇരിക്കുന്നത്, താമ്പരം. അപ്പോൾ തിയേറ്റർ 59 എന്നുള്ളത് ആക്കിയാലോ. ലൈക്ക് യാ ദിസ് ഇസ് നൈസ് ബട്ട് ഇറ്റ് സൗണ്ട്സ് ടു മച്ച് ലൈക്ക് തിയേറ്റർ 42, സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് തിയേറ്റർ നമ്പർ 59. കാരണം നമ്പർ ഇത് പോസ്റ്റ് ബോക്സിന്റെ നമ്പർ ഇടുമല്ലോ. When you started stage fright-ൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, when you started working with them, you mentioned that അവർക്കൊക്കെ ഡേ ജോബ്സ് ഉണ്ട്. You are the student, right? So they have a day job. അത് കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ തോന്നിയില്ലേ ലൈക്ക് ഇത് പെർസ്യൂ ചെയ്യാൻ, ഇവർക്ക് ഡേ ജോബ് കഴിഞ്ഞിട്ടാണ് അവർ ഇതിൽ വരുന്നത്, കാശ് അവരുണ്ടാക്കണ വേറെ തിന്നാണ്. സോ എനിക്കും അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഇല്ല, അത്രയും ബുദ്ധി അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഭയങ്കര നൈവായിരുന്നു. ലൈക്ക് ഒബ്വിയസ്ലി ദ വേൾഡ് വിൽ ബി ഡിഫറെന്റ് ഫോർ മീ. അങ്ങനത്തെ ഒരു ആംഗിൾ ഐ വിൽ ബി ഏബിൾ ടു. ആൻഡ് ഓൾസോ ലൈക്ക് you need very little at that point to be happy, which is also why you're so happy in college and all, right? അപ്പോൾ I was like, എനിക്ക് ആവശ്യമുള്ള ഒരു ലൈഫ് ഒക്കെ ഇതൊക്കെ തന്നെ പോരെ, ഇതിൽ റിഹേഴ്സലൊക്കെ പോവാ, തിരിച്ചു വരിക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പോരെ. അത്രയൊക്കെ ഞാൻ ആലോചിച്ചുള്ളൂ. ഡിസിഷൻ മെയ്ഡ് ദാറ്റ് ഇമ്പൾസിവ്ലി വിത്ത് ദാറ്റ് മച്ച് നൈവിറ്റി, വിച്ച് ഇസ് ദ റീസൺ ഇറ്റ് വാസ് മെയ്ഡ്. കുറേയൊക്കെ അല്ലെങ്കിൽ ആലോചിച്ചിട്ട് അനാലിസിസ് പാരാലിസിസ് ഉണ്ടായിട്ടുണ്ടോ? റിയൽ വേൾഡ് നോളജ് ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ധൈര്യം ഉണ്ടായത് ആ സമയത്ത്. Then you go on with theatre number 59. Yeah. How did that change things for you? Because itrayum kalam you were with being directed. Here you started directing people, and you actually ended up getting best director also for a play in a national level. Appo aa experience what changed? ഒരു ബ്രെയിൻ കെമിസ്ട്രി അപ്പോൾ മാറിയിട്ടുണ്ടാവുമല്ലോ അവിടെ. ഇത് ആക്ച്വലി ഒരു സത്യം പറഞ്ഞാൽ ഇത് രണ്ടും പാരലലി നടക്കുകയാണല്ലോ. അപ്പോൾ ഐ എം വർക്കിംഗ് വിത്ത് സ്റ്റേജ് ഫ്രൈറ്റ് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ഫ്രീലാൻസിങ് വിത്ത് എ ബഞ്ച് ഓഫ് ഗ്രൂപ്പ്സ് ഔട്ട്സൈഡ്. അപ്പോൾ ചെന്നൈ തിയേറ്ററിൽ ആ സമയത്ത് ഭയങ്കര ആക്റ്റീവ്ലി വർക്ക് നടക്കുന്നുണ്ട്. എല്ലാം നല്ലതൊന്നുമല്ല, പക്ഷെ ആക്റ്റീവ്ലി നടക്കുന്നുണ്ട് നാടകങ്ങൾ ഒരുപാട്. അപ്പോൾ ഐ എം വർക്കിംഗ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, പിക്കിംഗ് അപ്പ് ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ ഇൻ കോളേജ് there was nobody really taking charge. അങ്ങനെ ഒരാൾ മുൻകൈ എടുത്ത് നാടകം നടത്തുന്നൊന്നുമില്ല. പണ്ട് MCC ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഫോർ ഇറ്റ്സ് തിയേറ്റർ ഗ്രൂപ്പ്. ഇപ്പം അത്
ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആണെന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ അവിടെ ചെല്ലുന്നത്. സോ ഐ വാസ് ലൈക്ക് ഇവിടെ ചെയ്യുന്ന പരിപാടികൾ അതുപോലെ ഇപ്പറേം മിമിക് ചെയ്യാൻ എനിക്ക് പറ്റും. And to a certain extent I was stealing also. I was like repeating things and എല്ലാം അങ്ങനെ തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ I realized ഈ കള്ളത്തരത്തിൽ നിന്ന് തുടങ്ങിയ പരിപാടികൾ പോലും were giving like really original, really honest results. അപ്പോൾ ദാറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ഇവോൾവിങ് ദർ. ഐ വാസ് ലൈക്ക് ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായ, എനിക്ക് വർക്കായ സാധനങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ലെറ്റ്സ് യൂസ് ദാറ്റ് ആസ് എ ടൂൾ ടു ഫൈൻഡ് സംതിങ് ന്യൂ എൻറ്റയർലി. അപ്പോൾ വിത്ത് ദാറ്റ് ഗ്രൂപ്പ് we again, like it's not like we did great work, we were all college kids, we're trying to do theatre, some of it I guess qualified as theatre or whatever, but we were really happy working on it. Firstly, we were doing well in terms of like the college group representing the college at culturals, അവിടെ ഇവിടെ നമ്മൾ പോകുന്നുണ്ട്, നമുക്ക് പോയിന്റുകളും കപ്പുകളും ഒക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ beyond all of that, there was within that group there was this environment where everybody was feeling really confident and really charged and really like energetic, and we thought that നമുക്കിത് ആലോചിക്കാൻ പറ്റിയാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ആ സാധനം ഇപ്പം ഇല്ല സത്യം പറഞ്ഞത്. And like I was talking to a very close friend from college just like 2 days ago about this. We were just like, how did we think that we could do all of it? Like how were we that brave? ഭയങ്കര സേഫ് സെറ്റിംഗ് ആണല്ലോ. ലൈക്ക് നമുക്ക് ഓക്കെ, ഇന്ന ദിവസം 2 രാത്രി നമുക്ക് ആൻഡേഴ്സൺ ഹോൾ കിട്ടും, നമുക്ക് 6 നാടകം ചെയ്യാം, എന്നിട്ട് 4 നമുക്ക് ഏതെങ്കിലും സ്ക്രിപ്റ്റ് എടുക്കാം, 2 നമുക്ക് തന്നെ എഴുതാം, അല്ലേ? നീ ഒരെണ്ണം എഴുതൂലേ? പിന്നെ ഒരെണ്ണം എഴുതാം. എന്താണ് കോൺസെപ്റ്റ് എന്ന് പോലും അറിയില്ല. ആൻഡ് ദിസ് ഇസ് പ്രോബ്ലി ഹാപ്പനിങ് ലൈക്ക് 3 weeks from there. എഴുതാം, ഒരു നാടകം ഞാൻ എഴുതാം, അതിലൊരു 6 വരെ, ഇവർ 6 വരെ അതിൽ കാസ്റ്റ് ചെയ്തോ, അത് ഞാൻ ഡയറക്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആൻഡ് everybody was just like, ബാബ് ചെയ്യാം. Everyone answered always with like, yes, come on, yes, and what next? അതിൽ നിന്ന് ഈ ക്രിയേഷൻ്റെ എനർജി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. ആൻഡ് വി റിയലൈസ് ദാറ്റ് വൺസ് വി ഡിസൈഡ് ടു ഡു ഇറ്റ്, ഈവൻ ഇഫ് വി ഡിഡ്ന്റ് നോ എക്സാക്ട്ലി വാട്ട്, ഹൗ ആൻഡ് ഓൾ, വെൻ വി സ്റ്റാർട്ടഡ്, a lot of the answers started revealing themselves during the process. അപ്പോൾ ദിസ് ഐഡിയ ഓഫ് മറ്റേ തപ്പി ഫ്ലോറിൽ തന്നെ നിന്ന് പണിയെടുത്ത് തപ്പി കണ്ടുപിടിക്കാം സ്റ്റാർട്ടഡ് സ്ലോലി സെറ്റിംഗ്, വിച്ച് ഇസ് വാട്ട് വി സ്റ്റിൽ യൂസ് ഓൺ എ ഡെയിലി ബേസിസ്. അതിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണേലും നാടകം ചെയ്യുന്ന സമയത്താണേലും ഒക്കെ ഐ എം കോൺസ്റ്റന്റ്ലി സെർച്ചിങ് ഓൺ ദ ഫ്ലോർ, നെവർ ഗോയിങ് ഇൻ റിയലി നോയിങ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് വിൽ ബി or what the answers are. So I forgot your question. No, the question was ഏതാണ്ട് ഈ ബോൾ പാർക്കിൽ തന്നെയായിരുന്നു. How was your directorial experience with theatre number 59? I think that's in a nutshell it was just like I ended up doing that because there was no one else to do it. അത് ഇപ്പോഴും ട്രൂ ആണ് കേട്ടോ ആക്ച്വലി. ലൈക്ക് ഈവൻ വിത്ത് ബൈപ്പാസ് ഓർ ABNF or whatever we've done, no one else is taking it up, so I take it up. I guess I want to start it off the most impatient one. പക്ഷേ I've also realized that the answers will reveal themselves. You don't have to have all of the answers. As long as you're comfortable saying and knowing that you don't have all the answers, it'll come. ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ മതി. എല്ലാവരുടെയും കൂടെ പരിപാടി എടുത്തു വെക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ജോലി. നമ്മളെല്ലാം കയ്യിൽ നിന്നിടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് യു ഗോ ടു ബോംബെ ഫോർ യുവർ drama training there. Yeah. So how was it different from your theatre experience in Chennai? Like Also before that, why did you decide to go to Bombay? I was very interesting question. So I was in this place where എനിക്ക് MCCയിൽ ഒരു ബാക്ക് ഇയർ അടിച്ചു. അറ്റൻഡൻസ് ഷോർട്ടേജ് കാരണം എനിക്കൊരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിച്ചില്ല. സോ ദേ വർ ലൈക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഈവൻ സെമസ്റ്ററിൽ ഈ പരീക്ഷ നടക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഈവൻ സെമസ്റ്ററിൽ വരണം. സോ ഇറ്റ്സ് ലൈക്ക് 1 whole year in Chennai. I can do more theatre, great. അപ്പോൾ വീട്ടിൽ നിന്ന് അപ്പം ചെറിയ സീനൊക്കെ ആയി വീണ്ടും ഒരു കൊല്ലം എഞ്ചിനീയറിംഗ് പോയതായപ്പോഴത്തേക്കും 3 കൊല്ലത്തെ BSc 4 കൊല്ലം ആവുന്നു, എന്താണ് പരിപാടി. അപ്പോൾ then I was like maybe I should also make some money. അപ്പോൾ I started doing some jobs, part-time jobs ആ സമയത്ത്. And then I was like okay, ഇത് കണ്ടിന്യൂ ആവുന്നുണ്ട്. പക്ഷേ like so now after college ends in the next event semester, ഒരു കൊല്ലം കഴിയുമ്പോൾ is this what I want to continue doing? So I'm freelancing, working in place and all of that, and also doing this part-time job. So I was like I can get by, പക്ഷേ ഇത് ചിലപ്പോൾ കുറച്ച് monotonous ആവും. I want to get better and get better quickly. I want to make work happen. ആ തോട്ട് അപ്പോൾ തുടങ്ങി. അപ്പോൾ തന്നെ I was like അതിന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പഠിച്ചിട്ട് വരണം.
അപ്പം ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അറ്റ് ദാറ്റ് പോയിന്റ് ചെന്നൈ തിയേറ്റർ സർക്കിളിലൊക്കെ തന്നെ 1-2 ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് ഓഫ് മൈൻ ഹാഡ് കം ബാക്ക് from a course in theatre, 3-year course in theatre from Singapore. വേറൊരു ഫ്രണ്ട് വാസ് ലൈക്ക് എ റൈറ്റർ, ക്രിയേറ്റർ, പ്രൊഡ്യൂസർ, ഓൺട്രപ്രണർ, അങ്ങനെ പല രീതിയിലും ഈ തിയേറ്ററിനെ തന്നെ പല രീതിയിലും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഹി വാസ് ലൈക്ക് ഹി ഹാഡ് ദിസ് ഇൻട്രസ്റ്റിംഗ് കമ്പനി, ദേ വർ ഡൂയിങ് റിയലി ഇൻട്രസ്റ്റിംഗ് വർക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ 1-2 പേരോട് ചോദിച്ചു ദാറ്റ് ഐ വോണ്ട് ടു ഗെറ്റ് സം ലൈക്ക് ഫോർമൽ ട്രെയിനിങ്, ലൈക്ക് വാട്ട് യു ഗൈസ് ഹാവ്, യു നോ ദാറ്റ് ലൈക്ക് ദാറ്റ് എക്സ് ഫാക്ടർ, വേ കൻ ഐ ഗോ. സോ ലൈക്ക് ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്, അന്വേഷിച്ച് നോക്ക്. അങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്തതാണ് ഡ്രാമ സ്കൂൾ മുംബൈ, ഒന്ന് അന്വേഷിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട്. കൂടെ തന്നെ മറ്റു ഓപ്ഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഓൾ ഓഫ് ദി അതർ ഓപ്ഷൻസ് ഹാഡ് ലൈക്ക് 2 years അല്ലെങ്കിൽ 3-year കോഴ്സസ്. ഡ്രാമ സ്കൂൾ മുംബൈ വാസ് ദി ഓൺലി വൺ ദാറ്റ് ഹാഡ് എ 1-year കോഴ്സ്. ഐ വാസ് ലൈക്ക്, ഈ പറഞ്ഞ ഇത്ര വർഷങ്ങൾ പോയല്ലോ, അപ്പോൾ ഇനി ഈ ഡിസിഷനും കൂടെ പാളുവാണെങ്കിൽ, ഐ മീൻ കീപ്പിംഗ് വിത്ത് ദ ട്രെൻഡ്, ഇതും പാളും. അപ്പോൾ ഇതും കൂടെ പാളുവാണെങ്കിൽ ഒരു 3 കൊല്ലം കൂടെ പാളിയാൽ ഭയങ്കര ഡാർക്കായിരിക്കും. അപ്പോൾ വീട്ടിൽ കയറ്റില്ല. പിന്നെ എനിക്കും ഞാൻ മറ്റേ കോളേജ് സ്കൂളിൽ നിന്ന് കൂടെ ഇറങ്ങിയവരൊക്കെ നമ്മൾ we've been trained to think ഇൻഡസ്ട്രി മൈൻഡ് സെറ്റിലാണല്ലോ, ലൈക്ക് മാനുഫാക്ചറിങ് ഡേറ്റ് ഇപ്പോഴാണ്, അപ്പോൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. എക്സാക്ട്ലി 0 year എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും ഇല്ല. അപ്പം എൻ്റെ വർഷങ്ങളൊക്കെ പോയ വർഷങ്ങളായിട്ട് ഞാൻ കണക്കൂട്ടുന്നത്. കാരണം ആ സമയത്ത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ MCCയിലും കുസാറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന വർഷങ്ങളിൽ നിന്ന് കിട്ടിയ വാല്യൂ, അനുഭവ സമ്പത്തിൻ്റെയൊക്കെ വാല്യൂ ഒന്നും അപ്പം തിരിച്ചറിഞ്ഞിട്ടില്ല. സോ ജസ്റ്റ് തിങ്കിങ് അബൌട്ട് കൊല്ലങ്ങൾ കളഞ്ഞു, ഇനി എത്ര, ഒരു കൊല്ലത്തിൻ്റെ റിസ്ക് എടുത്താൽ മതി. അങ്ങനെയാണ് ഡ്രാമ സ്കൂൾ മുംബൈ ഡിസൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് എ ഷോർട്ടസ്റ്റ് കോഴ്സ് ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ലക്കിലി ഫോർ മീ അഗൈൻ ടൈലർ മെയ്ഡ് ആയിരുന്നു. എനിക്ക് എക്സാക്ട്ലി ആ സമയത്ത് വേണ്ടിയത് ആ കോഴ്സായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നീട് പല പ്രാവശ്യം ആലോചിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്, എനിത്തിങ് എൽസ് വുഡ് ഹവ് ബിൻ അഗൈൻ ലൈക്ക് കുറച്ചൊക്കെ മറ്റേ അറിയാവുന്ന കാര്യങ്ങളും കുറച്ച് അത്രയ്ക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ. ഇത് സീം ജസ്റ്റ് റൈറ്റ്. ഭയങ്കര ബേസിക്. ഒന്നാമത് ദർ ഇസ് നോ റിട്ടൺ വർക്ക്, തിയറി ഒന്നിൻ്റെ ഇല്ല, ദർ ആർ നോ എക്സാംസ്, ഒന്നുമില്ല. ഓൾ ഓഫ് യുവർ വർക്ക് ഇസ് ഹാപ്പനിങ് ഓൺ ദ ഫ്ലോർ. അപ്പം നോട്ട്ബുക്ക് എന്ന് പറയുന്ന സാധനം ഇസ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. നമുക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ മാത്രം. ബാക്കി എല്ലാം റിയാസാണ്, എല്ലാം പ്രാക്ടീസാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത്, എനിക്ക് അതേ വർക്കാവുള്ളായിരുന്നു ആ പോയിന്റിൽ. ആൻഡ് ഓൾസോ എല്ലാ പോസിബിൾ പരിപാടികളുടെയും ഫൗണ്ടേഷണൽ ടൂൾസാണ് നമുക്ക് തരുന്നത്. സോ യു ഗെറ്റ് ഇൻട്രൊഡ്യൂസ് ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിയേറ്റർ മേക്കിംഗ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിയേറ്റർ, ഹൗ ടു അപ്രോച്ച് സ്ക്രിപ്റ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്, ദെൻ ബേസിക് വോയിസ് വർക്ക്, ബോഡി വർക്ക്, വാട്ട് എക്സാക്ട്ലി ഇസ് ആൻ ആക്ടേഴ്സ് ബോഡി. ഇത് ലൈക്ക് ജസ്റ്റ് ബീങ് ഫിറ്റ് ഇസ് നോട്ട് എനഫ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കാം. വി സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് മൂവ്മെൻറ്റ്. അതിന് തന്നെ മൂവ്മെൻറ്റ് സ്കൂൾസും ടെക്നിക്സും പലതുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് ലൈക്ക് ടേസ്റ്റിംഗ് സെറമണി. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമാവുന്ന സാധനങ്ങൾ മാത്രം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ബാക്കി സാധനങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകും എങ്ങനെയായാലും. പക്ഷേ ഇറ്റ് വാസ് ദി ഓൺലി singular place I could go to where I could get introduced to all of these things, which otherwise I would have had to do different workshops and different courses for around the world. അപ്പോൾ പല സ്ഥലത്തുനിന്ന് എല്ലാം സർട്ടിഫൈഡ് മറ്റേ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സം സെൻസ് ഓഫ് പെഡഗോജി ഈസ് ഓൾസോ ഇൻ പ്ലേസ്. ഇവർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയാം, ലൈക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് മനസ്സിലാക്കാനൊക്കെ അറിയാം. നല്ല ഫാക്കൽറ്റി ആയിരുന്നു. സോ ഐ ഗെസ് ഐ ഗോട്ട് ലൈക്ക് എ ബാഗ് ഫുൾ ഓഫ് ലൈക്ക് ടൂൾസ്. എന്നിട്ട് ഇത് പലയിടത്ത് അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം സ്ലോലി ഐ റിയലൈസ്ഡ് എനിക്ക് വർക്കാവുന്നത് ഇത്ര എണ്ണത്തിൽ നിന്ന് ഇത്, ദിസ് ഐ വിൽ ടേക്ക് ഫോർവേഡ് ആൻഡ് ഡെവലപ്പ് ഇൻ മൈ ഓൺ വേ. അങ്ങനെ അപ്പാർട്ട് ഫ്രം ദിസ്, ഇപ്പോൾ യു വർ ബോട്ട് അപ്പ് ഇൻ കോട്ടയം, അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോയി, അത് കഴിഞ്ഞിട്ട് മുംബൈയിൽ പോയി. സോ there is another exposure that comes from living in these cities, right? So what did Chennai teach you? What did Mumbai teach you? Which is your favorite city out of the two? I've always maintained that I've കൂടുതൽ അറ്റ് ഹോം എന്നുള്ള ഫീലിംഗ് ഒക്കെ വന്നിട്ടുള്ളത് ചെന്നൈയിലാണ് ആക്ച്വലി. Because I think you discovered yourself അവിടെ. പക്ഷേ ഇപ്പം ചെന്നൈ തിരിച്ചു പോകുമ്പം ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതല്ലാതെ എൻ്റെ അവിടുത്തെ ആൾക്കാരും അവിടെ ഇല്ല. അതുകൊണ്ട് ഐ ഫീൽ ലിറ്റിൽ ലൈക്ക് അറ്റ് ഹോമൊക്കെയാണ്, പക്ഷേ ലിറ്റിൽ ഓഫൻഡ്. ബോംബെയിൽ തിരിച്ചു പോകുമ്പം എൻ്റെ ആൾക്കാരും അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഉള്ളവരെ തന്നെ ഞാൻ കാണാറ് പോലും ഇല്ല. പക്ഷേ ഐ എം വെരി ഹാപ്പി വെൻ ഐ എം ഇൻ ബോംബെ. അപ്പോൾ ഇപ്പം ഇങ്ങനൊരു ചോദ്യം വരുമ്പം ലൈക്ക് ഫോർ വൺസ് ഐ എം അറ്റ് എ പോയിന്റ് വെർ ഐ കാൺട്ട് റിയലി പിക്ക് വൺ.
I feel like Chennai with the people there any day over Bombay. പക്ഷെ without people, Bombay over Chennai. അങ്ങനെ ഒരു സ്ട്രേഞ്ച് ഇതില്ല. Chennai was the first time I think my world really opened up. ഈ കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫെയർലി ഭയങ്കര ചെറിയൊരു ലോകം തന്നെയായിരുന്നു. കുറച്ചൊക്കെ വായിക്കും, കുറച്ചൊക്കെ സിനിമകളൊക്കെ കാണും, അങ്ങനെ കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടാവില്ല. ലൈക്ക് ഐ മീൻ കോട്ടയത്ത് നിന്നായതുകൊണ്ട്, സോ ഐ എം ഫ്രം തൃശ്ശൂർ. സോ ഞാൻ ബോംബെയിൽ പോണ വരെ ഐ എം സ്റ്റിൽ സംബഡി ഹൂസ് തൃശ്ശൂർ ഇരുന്നിട്ട് ഞാൻ ലോകം കണ്ടിട്ടുള്ളതാണ്. അല്ലാണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, അല്ലാണ്ട് ജീവിച്ചിട്ടില്ല പുറത്തു പോയിട്ട്. പുറത്തു പോയി ജീവിക്കുമ്പോൾ വേറൊരു കൾച്ചറിൽ ജീവിക്കുമ്പോൾ, ഈവൻ സെയിം കൺട്രിയിലാവുമ്പോൾ കൾച്ചർ ഇസ് വെരി ഡിഫറെന്റ്. ഫോർ എക്സാമ്പിൾ സ്മോൾ സാധനം ഇതിൽ ഉണ്ടായിരുന്നത്, ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം താമസിച്ചിരുന്നു. ആൻഡ് വൺ ഓഫ് ദം ഇസ് മുസ്ലിം. And if he ever went looking for a house for rent, അവന് കിട്ടില്ല, because he is Muslim. And going from Kerala, എനിക്ക് ഈ ഡിഫറൻസിയേഷൻ അവിടെ പോയിട്ടാണ് എനിക്ക് മനസ്സിലായി, ഇതൊരു ഡിഫറൻസിയേഷൻ ശരിക്കും he faces this issue and I am entitled because I don't face it. Exactly. ആ ഒരു ചേഞ്ചസ് അവിടെ നിന്നാണ് വന്നു തുടങ്ങി. നമ്മൾ പോവുക തന്നെ വേണം, എങ്കിലേ അത് അറിയത്തുള്ളൂ. എനിക്കും ഇതുപോലെ ഞാൻ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വാസ് മൈ ഫസ്റ്റ് ഒന്നാമത് ദിവസം ഡെസിഷൻ ടു ബി മെയ്ഡ്. ഇപ്പോൾ MCC പോലൊരു കോളേജ് ചെല്ലുമ്പോൾ അവിടെ എല്ലാ ഇന്ത്യയിൽ നിന്നും പിന്നെ കുറച്ച് പേര് പുറത്തു നിന്നൊക്കെയുണ്ട്, ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ദേ ആർ റെപ്രസെൻറ്റഡ് ഇൻ ദാറ്റ് പോപ്പുലേഷൻ. സോ യു ക്യാൻ ചൂസ്. ആൻഡ് ലൈക്ക് സൗത്ത് ഇന്ത്യയിലുള്ളൊരു കോളേജ് തന്നെ ആയതുകൊണ്ട് ആവശ്യത്തിലധികം മലയാളികളും ഉണ്ട്. സോ യു ക്യാൻ ചൂസ് ഇഫ് യു വോണ്ട് ടു റിമെയിൻ ഇൻ യുവർ കംഫർട്ടബിൾ കക്കൂൺ ഓർ ഇഫ് യു വോണ്ട് ടു ഗോ ഔട്ട്. അപ്പോൾ എവിടെയോ വെച്ച് ആ ഒരു ചോയ്സ് ഞാൻ എടുത്തില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ജസ്റ്റ് ലൈക്ക് ദിസ്. കുറച്ച് ഡിസ്കംഫർട്ടും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ലൈക്ക് യു ആർ ഓൾസോ നോട്ട് റിയലി റെഡി ഫുള്ളി ടു പുട്ട് യുവർ സെൽഫ് ഔട്ട് ദെയർ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരാണെന്താണെന്ന് നമുക്ക് മനസ്സിലായി വരുന്നൊരു സമയമൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസും ഉണ്ടാവും. പിന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈക്ക് മലയാളികൾ പറയുന്ന ഇംഗ്ലീഷ് അവിടെ ചെന്നിട്ട് അവർ പറയുന്ന ഇംഗ്ലീഷായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് ഇയർ ലൈക്ക് വാവ് ദീസ് ഗൈസ് ആർ സോ കൂൾ ആൻഡ് ദേ ഹാവ് സച്ച് എ സ്ട്രോങ് സെൻസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഹൂ ദേ ആർ, വേർ ദാറ്റ് കം ഫ്രം, അങ്ങനെ തോന്നി. പിന്നെ അറ്റ് ദ സെയിം ടൈം സോ ലൈക്ക് a lot of my Chennai friend circle are people who I looked upon first with a lot of admiration. ഞാൻ ഇവരുടെയൊക്കെ ഫാനായിരുന്നു ആദ്യം, ഇവരൊക്കെ ഫ്രണ്ട് ആവുന്നതിന് മുമ്പ്. ആൻഡ് നൗ ലൈക്ക് ആൻഡ് ഐ എം നോട്ട് ഈവൻ ടോക്കിംഗ് അബൌട്ട് സീനിയേഴ്സ്, എൻ്റെ തന്നെ ഇയറിലുള്ള പിള്ളേരൊക്കെ തന്നെ. ആൻഡ് ലൈക്ക് having done engineering and all, technically I was their senior, but it didn't count for anything. So If it sounds silly, but like yeah, like even this person who I said Dando Somaya സംസാരിച്ചുകൊണ്ടിരിക്കുക, I looked at it with like a lot of awe. It's like wow, journalism ചെയ്യുന്നു. She's doing journalism. How did she even know that such a course existed? Because I didn't. I didn't know about Viscom. I didn't know about എന്തായിരുന്നു there was one political science. I didn't know. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി. പിന്നെ ഈ നാടകം ചെയ്തു തുടങ്ങിയപ്പോൾ I also started seeing people who were not really peers. നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് മാറി അപ്പോൾ കല്യാണം കഴിച്ചവരുണ്ട്, ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു കപ്പിളുണ്ട്. I was very close. I was like at their house the whole time. So I sort of became like a ചേട്ടൻ to this child. You got kicked out from the hostel anyway. Yeah, after the first year. So I had all of my time outside. You know a lot. I stopped before interview. This is like a lot of information that you have. Like ഞാൻ പറയാൻ മറന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ള. പിന്നെ ഈ പറഞ്ഞ I saw a lot of people, artists who were living very unorthodox lives. These are the kind of lives which were never brought up in discussion at home, like what your future life will be like. Idunnu oru option aite present cheyidilla, but there were people doing it, like living it, and like they're very happy and they're very happening and like ഭയങ്കര chill ആൾക്കാര്. Again ഇതിലെന്താണ് വെച്ചാൽ തെറ്റും ശരിയും നമ്മള് മുമ്പ് പഠിച്ചിട്ടുള്ളതല്ല, റിയൽ വേൾഡിൽ വരുമ്പോ അഗൈൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് ദാറ്റ് യു ഗെറ്റ് ചില സ്ഥലത്ത് യു ഗെറ്റ് ഇന്റിമിഡേറ്റഡ് when you're among certain people. So പക്ഷെ you overcome it as the character, especially in movies and all. When you go and you're intimidated, you become the character and you overcome. Real life do you do that? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ആക്ട് ഇട്ടിട്ട് ഇറങ്ങാൻ എനിക്ക് ആക്ട് അല്ല ഞാൻ പറയുന്നത്. ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം വരുമ്പോൾ how do you overcome it? I just sit and deal with it. I've not been able to actually find a crack for it. I've just been able to find peace with it, I think. Okay, so you're feeling like that. I'm actually like very recently I've started telling people, like people I'm working with, that like they're all just like എല്ലാം നമ്മൾ സെറ്റ് എനിക്ക് ആക്ച്വലി വലിയ പിടിയൊന്നും ഇല്ല കേട്ടോ നമ്മളെന്താ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ പരിപാടി ട്രൈ ചെയ്യുക. ഫസ്റ്റ് ഫ്യൂ ടൈംസിലോ they looked at me like
ട്രൈ ചെയ്യാൻ കൂടെ കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇതിൽ സയൻസ് ഒന്നും ഇല്ല, ഇതിലൊരു ലോജിക്കും ഇല്ല, ചുമ്മാ എനിക്ക് തോന്നിയൊരു പരിപാടിയാണ്. ലൈക്ക് ഓക്കെ, ലൈക്ക് ആ ഒരു ഫേസ് ഇറ്റ്സ് ഓൺലി അബൌട്ട് ജസ്റ്റ് ലൈക്ക് ബീയിങ് കോൺഫിഡൻറ്റ്. ടെറി ക്രൂസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് വിത്ത് ടിം ഫെറിസ്. അതിൽ ടെറി ക്രൂസ് ഇങ്ങനെ പറയുന്നത് ദാറ്റ് ഹിസ് ഫസ്റ്റ് ടൈം ആക്ടിങ് വാസ് വിത്ത് ആർണോൾഡ് ഷ്വാർസ്നെഗർ 7th ഡേയില്. സോ ആർമീനെ കണ്ടപ്പോൾ ഇയാളുടെ മുട്ട് പറയുകയാണെങ്കിൽ ഇയാൾക്ക് ഇത് വന്നില്ല, ഡയലോഗ് വന്നില്ല. പക്ഷെ താങ്ക്ഫുള്ളി ക്യാമറ വർക്ക് ചെയ്തില്ല. സോ അയാൾക്ക് മനസ്സിലായി ഇയാൾക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം ആണ്. ഹി വാസ് ലൈക്ക് ഹിസ് റിയൽ ജോബ് ബാക്ക് ദെൻ വാസ് സെക്യൂരിറ്റി ഗാർഡ് ആയിട്ടായിരുന്നു. സോ ഈസ് ലൈക്ക് ഡു ഐ വാണ്ട് ടു ഗോ ഡു ദാറ്റ് ഓർ ഡു ഐ man up and do something here. And he pushed himself through എന്നാണ് പറയുന്നത്. This is really cool thing that happened to me. Actually, we were shooting Paradise, I think, in Sri Lanka. One of the key scenes from that film, and like we were going to film it, and I'm just not feeling like all there. Okay, ഇങ്ങനെ എനിക്കിത് ഭയങ്കരമായിട്ട് നെയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തോ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുക. അപ്പോൾ ഈ തോട്ടെല്ലാം വരുന്നുണ്ട്. മേ ബി ഐ നെവർ ഹാഡ് ഇറ്റ്, മേ ബി ഐ വാസ് നെവർ ഗുഡ് ഇനഫ്, മേ ബി ഇറ്റ് ഷുഡ്. ആൻഡ് ഐ എം വർക്കിംഗ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് ലെജൻഡറി ആർട്ടിസ്റ്റ്, ബ്രില്യൻറ്റ് കൊളാബറേറ്റേഴ്സ്. സോ ഐ എം ലൈക്ക്, ഞാൻ ഈ ഒരു സാധനം കൊണ്ട് നശിപ്പിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ലൈക്ക് മൈ കോ ആക്ടർ, one of my co-actors at that point said, listen, like you're the only person here right now to do this character. Now we've shot this much of the film, we can't find someone to replace you at night now. This sequence has to be shot, so whatever you do is going to be it. So just like try and be in the story rather than like in your head about this thing right now. I was like, that one thing really helped me that night, and even now when I have these moments I think about that. ജസ്റ്റ് ലൈക്ക് ആ തൽക്കാലം ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇല്ല എന്നുള്ള ഇത് പടം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും തോന്നിയേക്കാം. പക്ഷേ ഫോർ നൗ ഇറ്റ്സ് മീ, ഐ വിൽ ട്രൈ ആൻഡ് ഗോ ഡു മൈ ബെസ്റ്റ് എന്നുള്ളത്. Now we move into your on-screen debut. It's actually in Tan Lines, right? Yeah. ആ ജമ്മ് ഞാൻ തപ്പിപ്പിടിച്ചു, 2 എപ്പിസോഡ് കണ്ടു ഞാൻ. 2 കണ്ടോ? അത് കഴിഞ്ഞിട്ട് പറ്റിയില്ല, പ്രായം നോട്ട് മൈ ഏജ് ഗ്രൂപ്പ്. പ്രായത്തിന് ഐ തിങ്ക് അത് ആ കാലത്ത് ഇറ്റ് fit the template, no, because our roadies ഒരു മോഡൽ ആണല്ലോ, റോഡീസ് സ്പ്ലിറ്റ്സ് എല്ലാം ഒരു ടൈപ്പ് സീരീസ് ആണല്ലോ അത്. How did you land? Like it's not aged well at all. ചില സാധനങ്ങൾ അങ്ങനെ ആണല്ലോ. ഞാനും ഈയിടെ ഒരു ശകലം എങ്ങനെയോ കണ്ടു. അതെ, ഞാൻ കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അവരുടെ ആയിരുന്നു കണ്ടു. ഇനിയിപ്പോൾ ഇതിലൂടെ എല്ലാവരും അത് കണ്ടുപിടിക്കുമല്ലോ എന്നുള്ളതാണ് എൻ്റെ. പക്ഷേ പാത്താളിലൊക്കെ ഡയറക്ട് ചെയ്തൊരു ഡയറക്ടറാണ് അത് ഡയറക്ട് ചെയ്തത്. Tan Lines for me was at that point again കറക്റ്റ് ആയിരുന്നു. It was your entry, right? എങ്ങനെയാണ് അതിലത്തെ again audition through ആയിരുന്നു? നമ്മൾ ഈ നേരത്തെ ഇപ്പോൾ ക്യാമറ ഇല്ലാഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരാം നഗർ ഓഡിഷൻ കഥകൾ അതിലൊരെണ്ണമാണ് ബേസിക്കലി Tan Lines. സോ നമ്മൾ ഡ്രാമ സ്കൂൾ കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് ഓഡിഷൻസിന് പോയി ചില കാസ്റ്റിംഗ് ഏജൻസീസുമായിട്ട് ഭയങ്കര കമ്പനിയായി, സ്ഥിരം ആൾക്കാരെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതിൽ ചില നല്ല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, നല്ലതെന്ന് വെച്ചാൽ മനസ്സുകൊണ്ടും കഴിവുകൊണ്ടും നല്ല ചില കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ തോന്നുന്ന ചില ആൾക്കാർ, അങ്ങനെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ചില ആൾക്കാരെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് വിളിക്കും ഒരു പ്രോജക്റ്റ് ഉള്ളപ്പോൾ, ഇതിനൊന്നും ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്ക്, മേ ബി ദിസ് വൺ വിൽ വർക്ക് ഔട്ട് ഫോർ യു. അങ്ങനെ എന്നെ ഒരാൾ വിളിച്ചതാണ് Tan Linesൻ്റെ ഓഡിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ലോട്ട് ഓഫ് മൈ DSM ഫ്രണ്ട്സ് ഡിഡ്ന്റ് അറ്റൻഡ് ദാറ്റ് ഓഡിഷൻ. വേറെ ഒരാളെയും കൊണ്ട് വിളിച്ചിരുന്നെന്ന് തോന്നുന്നു. അത് ഓഡിഷൻ ക്രാക്ക് ചെയ്യാൻ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. ആ ഷോയ്ക്ക് വേണമെന്ന് വിചാരിച്ചൊരു മീറ്ററിലേക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര ചെറിയൊരു ഷൂട്ട് സെറ്റപ്പ് ഒക്കെയാണ്. അന്നതൊന്നും നമുക്കറിയില്ല. പക്ഷെ ദ കീ തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇസ് ക്യാമറയുടെ മുമ്പിൽ ചെയ്യുന്ന പരിപാടി അതുവരെ ഇങ്ങനെ ചെറിയ ആഡ്സ്, ചെറിയ കോർപ്പറേറ്റ് വീഡിയോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ഐ നെവർ ഈവൻ ട്രൈ ടു എൻജോയ് ഇറ്റ്. അത് പെട്ടെന്ന് ഒരു ക്വിക്ക് മണി പരിപാടി, അത്രേ ഉള്ളൂ. Tan Lines I enjoyed it. It was like നമ്മൾ ലൈക്ക് ഗ്രേറ്റ് റിയലി ചിൽ ഗ്രൂപ്പ് ഓഫ്, വേറൊരു ഡ്രാമ സ്കൂൾ സ്റ്റുഡൻറ്റും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ, എൻ്റെ സീനിയർ. പിന്നെ മെയിൻ ഫ്രണ്ട്സ് വിത്ത് എവറിബഡി വെരി ക്വിക്ക്ലി. അപ്പോൾ വി വർ ഹാവിങ് ഫൺ ആൻഡ് ഐ റിയലൈസ് വി ആർ ഓൾസോ ഹാവിങ് ഫൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പരിപാടികൾ മാത്രമല്ല, ക്യാമറയുടെ മുമ്പിലും ഇനിയും അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്നുള്ള തോട്ട് തുടങ്ങുന്നത് ഇസ് ബിക്കോസ് Tan Lines ഷൂട്ട് വാസ് എ ലോട്ട് ഓഫ് ഫൺ. അതാണ് അതിൻ്റെ മേജർ. And then it was
അടികപ്പിയാരെ കൂട്ടമണി ആൻഡ് ദെൻ യു ഹാഡ് പുതിയ നിയമം. Yeah. അപ്പോൾ ഇതിലൊക്കെ സോ നൗ ദറ്റ് 3 times you've been in front of a camera in a longer length art form, ഒരു ആഡ് അല്ലാണ്ട് അങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിന്ന് വല്ലതും മറക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതിലേക്ക് വരുമ്പോൾ? വാട്ട് ആർ സം അഡ്ജസ്റ്റ്മെന്റ്സ് ദാറ്റ് യു ഹാഡ് ടു മേക്ക്? ഇല്ല, ചില സാധനങ്ങൾ ഇപ്പോൾ AK സാൻസറൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പുതിയ നിയമത്തിൻ്റെ സെറ്റിൽ എന്തോ ഒരു സാധനം അത് എങ്ങനെയായിരിക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കാണിച്ചപ്പോൾ സാൻസറസിലേക്ക് എൻ്റെ അമ്മ അത്രയും വേണ്ട സ്റ്റേജില്ല ക്യാമറ. അപ്പോൾ ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് മറക്കുന്നതിനേക്കാളും അത്രയും വേണ്ട എന്നാണ് പറഞ്ഞത്, അതല്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇറ്റ് വാസ് അബൌട്ട് മോഡുലേറ്റിംഗ് മോർ ദാൻ And I think you do that really well. I would like to. Fresh in my memory is ഇത്തിരി നേരത്തിലത്തെ there are certain scenes where I'm like I can feel what the character is going through, the conflictum, ആ ഒരു ചില സമയത്തുള്ള സ്ട്രെസ്സും ഇതൊക്കെ. And you bring it out. Fahad Fasil acts with his eyes എന്ന് പറയുന്ന പോലെ you also act with your eyes quite a lot, and with your face also. Our subtle expressions that you're able to bring. How do you do that? Like it's again about finding the right meter. Yeah. How do you practice? I mean like അതിൻ്റെ കറക്റ്റ് ഒരു ടെക്നീക്ക് എന്ന് പറഞ്ഞ് മേ ബി എഫക്റ്റീവ്ലി ആർട്ടിക്കുലേറ്റ് ചെയ്യാനും മാത്രം ഒന്നും അറിവ് എനിക്കുണ്ടാവില്ല. പക്ഷെ വൺ തിങ് ഐ ഓൾവേസ് ട്രൈ ടു ഫോളോ ഇസ് ടു സ്റ്റേ വിത്ത് ദ ബ്രെത്ത് ഓഫ് ദ ക്യാരക്ടർ. ഇപ്പം ഇത്തിരി നേരം പറഞ്ഞതുകൊണ്ട് ദാറ്റ് വാസ് പ്രൈമറിലി എ സെറ്റ് ഓഫ് ലൈക്ക് ലോങ് കോൺവെർസേഷൻസ് ബിറ്റ്വീൻ ദീസ് ടു ക്യാരക്ടേഴ്സ്. അപ്പം നമ്മുടെ ഷോർട്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ ഓൾവേസ് സ്റ്റേ വിത്ത് ദ ബ്രെത്ത്. ഹൗ ഡസ് ദാറ്റ് ചേഞ്ച് വെൻ ലൈക്ക് യു ആർ ടോക്കിംഗ് ഓർ വെൻ യു ഹിയർ സംതിങ് ലൈക്ക് വെൻ യു റിയാക്ട് ടു സംതിങ് എ സർട്ടൻ വേ. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ ഒരു റിതം നമ്മൾ കണ്ടുപിടിക്കും. ആ റിതം തന്നെ പിന്നെ ഈ ലൈക്ക് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളും ഡയറക്ടർ നമുക്ക് തരുന്ന ഇൻഫർമേഷനും എല്ലാം കൂടെ വെച്ചിട്ട് യു വിൽ ഫൈൻഡ് ദ റൈറ്റ് മീറ്റർ ഫോർ ദാറ്റ് മൂമെൻറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഫിലിം. ഐ തിങ്ക് സോ ടു സ്റ്റേ വിത്ത് ദ ബ്രെത്ത് ഇസ് വാട്ട് ലൈക്ക് ഒരു എപ്പോഴും അപ്ലൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ മേ ബി ഒരു ലൈക്ക് ഒരു ഹൗവിനൊരു ഉത്തരവൊന്നും എനിക്കില്ല ആക്ച്വലി. ഭയങ്കര ട്രയൽ ആൻഡ് എറർ പരിപാടികളാണ്. പലതിലും പലത് ട്രൈ ചെയ്യും, ചിലത് വർക്കാവും, ചിലത് സംടൈംസ് ഇറ്റ് ഫീൽസ് റൈറ്റ്. ദാറ്റ്സ് ഓൾ. എനിക്ക് വേറൊരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു, പാരഡൈസ് ദ ക്യാരക്ടർ ആയിരുന്നു. ബിക്കോസ് ഐ തിങ്ക് ഐശ്വര്യ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കിയായിരുന്നു ഇങ്ങനെ സിനിമ കാണുമ്പോൾ താ നീന്ന്. ബിക്കോസ് എനിക്ക് ഒരു ഇടയ്ക്കൊന്ന് ടെമ്പർ തെറ്റാറുണ്ട്, എസ്പെഷ്യലി കൺട്രോൾ ഫ്രീക്ക്. സോ വെൻ തിങ്സ് ഗോ ഔട്ട് ഓഫ് കൺട്രോൾ ഇതെന്താ നടക്കുന്നത്, why is it not happening the way I want to? Exactly, yeah. Want it to happen. പ്രസന്ന സാറുമായിട്ടുള്ള ഇനിഷ്യൽ കോൺവെർസേഷനിൽ തന്നെ he had mentioned that this has to be a reflection of every relationship or every person, and Keshav has to be a reflection of every man. എന്ന് വെച്ചിട്ട് നമ്മൾ അയാളെ ഭയങ്കര വൺ ഡിമെൻഷണൽ. എക്സാക്ട്ലി. ആൻഡ് ലൈക്ക് ഓവർലി ഒരു പോയിന്റ് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ഭയങ്കര ഡ്രാസ്റ്റിക് ചില മൊമെന്റ്സിലേക്കൊക്കെ പോവെങ്കിലും ഇവൻ ഭയങ്കര നുവാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോഡ് ഹ്യൂമൻ ബീങ് ആണ്. പക്ഷേ ദർ ആർ റീസൺസ് ഫോർ എവറിത്തിങ്. ഐ ഡോണ്ട് തിങ്ക് ഹീസ് in I think he's very much in the grey. I don't think he's a bad guy objectively or anything. And ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് തന്നെയാണ് കേശവനെ പ്ലേ ചെയ്തത്. സോ പാരഡൈസ് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞ പോലെ ആൾക്കാർ റിലേറ്റബിൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അറ്റ് ദ സെയിം ടൈം ആൾക്കാർ കുറച്ച് വിഷമം തോന്നുന്നു, ഓ ഇവരൊക്കെ ഇങ്ങനെയാണല്ലേ. അതുണ്ട് കേട്ടോ. പക്ഷെ ചില ആൾക്കാർ സമാധാനമായി ഇതിന്റെ അവസാനം പറയുമല്ലോ, ആഫ്റ്റർ വാട്ട് ഹാപ്പൻസ് ടു കേശവ് ഹാപ്പൻസ്. അപ്പോൾ ഐ യൂസ് ടു ബി ലൈക്ക് അതെന്താ അങ്ങനെ പറഞ്ഞത്, അത്ര മോശം പാവം അങ്ങനെ പറയണ്ടായിരുന്നു. So I feel like I still feel for I still empathize for him very like outside of me. സാർ എഴുതി വെച്ചിരുന്ന ആ കേസ് രണ്ട് തല്ല് കിട്ടിയ തീരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത്ര ഉണ്ടായിരുന്നുള്ളൂ, അതിനപ്പുറം പോകണ്ട. അതാണ് എൻ്റെയും വിശ്വാസം. സോ എവറി ടൈം സംബഡി സേസ് നന്നായി അവന് വേണ്ടത് തന്നെ കിട്ടിയതെന്നൊക്കെ ആ പടം കണ്ടു കഴിഞ്ഞ് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ പ്ലേ ചെയ്തത് എവിടെയെങ്കിലും പാളിയിട്ടുണ്ടോ. കാരണം സാർ എഴുതി വെച്ചത് അങ്ങനെ ഒരാൾ പറയാനുള്ള സാധനമല്ല. ഈസ് എ ബ്രില്യൻറ്റ് റൈറ്റർ. സച്ച് എ മിനിമലിസ്റ്റിക് ഫിലിം മേക്കർ. ഭയങ്കര ഏറ്റവും ബെയർ മിനിമം വെച്ചിട്ട് ആ കഥയെ ഇങ്ങനെ കൊണ്ടുപോകും. അതിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു ഓഡിയൻസിന് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം അതിനകത്തുണ്ട്. Talking about control, another thing that I've noticed is ഏത് ഇന്റർവ്യൂലും ഇങ്ങനെ കാറിലെടുക്കുന്ന ഇന്റർവ്യൂസ് ഉണ്ടാകുമ്പോൾ റോഷനാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ഭയങ്കര I also know that വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. Is it also something with control? There's an angle
for sure. കൺട്രോൾ ആംഗിൾ ഇല്ലേ, ഇറ്റ്സ് ഓൾസോ ഈ ഡയറക്ടർ ആവുമ്പോഴും എല്ലാറ്റിലും ആ ഒരു ആംഗിള് ഉണ്ട്, കൺട്രോൾ ആംഗിൾ. ഇറ്റ്സ് ഓൾസോ യു സെഡ് OCD പറഞ്ഞിരുന്നു, സ്കെച്ചിങ്ങിന്റെ ഇടയിൽ. സോ ഓൾ ദാറ്റ് കൈൻഡ് ഓഫ് കംസ് ഇൻ ടു ദിസ്. ഞാൻ ആക്ച്വലി കുറെ നാൾ വിശ്വസിച്ചിരുന്നത് ഇസ് ബിക്കോസ് വി ആർ in a line of our profession is such that we are not really in control at any point. കുറേ ഫാക്ടേഴ്സ് ആർ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കൗണ്ടർ എഫക്റ്റ് പോലെ ലൈഫിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ നിന്നൊക്കെയാണ് ചില ആൾക്കാർക്ക് OCD വരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുറേ നാളൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അത് തന്നെയായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നുമല്ല, ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ ഐ ഓൾവേസ് ബിൻ ലൈക്ക് എൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സ് ആക്ച്വലി റീസെൻ്റ്ലി ഒരുത്തൻ്റെ കല്യാണത്തിന് ചെന്നൈ വരെ പോയി, വണ്ടി ഓടിച്ചാൽ പോയി, ഞാനാ ഓടിച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു രാത്രി ഞങ്ങൾ ചില്ല് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്കൂൾ ടൈമിലെ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുത്തനെ അനുകരിച്ച് കാണിക്കുകയാണ്. ഗ്രൂപ്പിലുള്ള വേറൊരു ആക്ടർ, അവൻ ആസ് എ പ്രൊഫഷൻ ആക്ടിങ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവൻ എന്നെ കാണിച്ചതിൽ ഈ ഷർട്ട് ടക്കിൻ ചെയ്തേക്കുന്നത് പലപ്പോഴും അതിൻ്റെ ക്രീസസ് എല്ലാം മാറ്റി ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് സഡൻലി എവ്രി വൺ അറൗണ്ട് മീ erupted into, oh, correct, pakka, exact, correct motion. And I was just like, I wouldn't have thought of this as, എൻ്റെ ഒരു ഐഡന്റിഫൈങ് quirk. അപ്പം ഞാൻ അന്നേ കുറച്ച് അതൊക്കെ എനിക്ക്, സോ നൗ ഐ ബിൻ തിങ്കിങ്, അങ്ങനെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പണ്ട് പോലെ കൂടിയ ഒരു പരിപാടിയായിരിക്കും. ഓൾസോ ഐ തിങ്ക് ലൈക്ക് direction is not, I've been, the more I do it, the more I've been realizing that it's not so much about control. അതിൻ്റെ ഇടയിലുള്ള കറക്റ്റ് അതിനൊരു വാക്ക് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷെ അതിനിടയിൽ എപ്പോഴും ഒരു ടെറിട്ടറിയിലാണ് ഇത് കിടക്കുന്നത്. യു ആർ ജസ്റ്റ് ദി ഔട്ട്സൈഡ് ഐ, യു ആർ ജസ്റ്റ് ദ ഫൈനൽ ഫിൽറ്റർ. ഈ സാധനങ്ങളെല്ലാം മാനേജ്മെന്റ് പോലത്തെ ഇതല്ലേ, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, കുറേയൊക്കെ അതിൻ്റെയും ഈ ഒരു ഫുൾ കൺട്രോളിന്റെ ഇടയിൽ എവിടെയോ ആണ് ഡയറക്ടറുടെ റോള് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. There are other characters that you also play, like for example, like the character in Capella, where Capella എന്ന് പറയുമ്പോൾ ഒരുമാതിരി സ്പാനിഷ് ആയ പോലെ accent slips. Happens to you. കേട്ടിട്ടുണ്ട്, ഞാൻ ഈ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. accent slip ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. We bought a bond. Oh shit, I like to focus. പക്ഷേ ഇത് again ഈ ബോംബെയിൽ പോയപ്പോൾ കുറെ കളിയാക്കിണ്ടായിരുന്നു, ചെന്നൈയിൽ തന്നെ കളിയാക്കിണ്ടായിരുന്നു. I feel നമ്മളെ കുറെ കളിയാക്കും. പക്ഷെ one thing that we have to our advantage is grammar നമ്മുടെ യൂഷ്വലി നന്നാവാറുണ്ട്. ഇറ്റ്സ് ഓൺലി ആക്സെന്റ് ദാറ്റ് മൈറ്റ് ഗോ ഓഫ്. ഇറ്റ്സ് ഓൾസോ ബിക്കോസ് നമ്മൾ അധികം സംസാരിക്കാറില്ലേ ഇംഗ്ലീഷിൽ. നമ്മൾ നാട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവരെന്ത് സായിപ്പാണോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ആ ഒരു കോൺഫിഡൻസിന്റെ ഇഷ്യൂ ആണ്, അല്ലാണ്ട് നമ്മുടെ അടുത്ത് ടൂൾസ് ഇല്ലാണ്ടല്ലേ ഇംഗ്ലീഷിന്റെ കേസിൽ. ഐ ഫീൽ വിത്ത് മലയാളീസ് യൂഷ്വലി നാക്ക് വഴങ്ങിയിട്ടുള്ള രീതികൾ വേറെയാണല്ലോ, അത് കുറെയൊക്കെ ജെനറ്റിക്സ് ആണ്. പിന്നെ ഐ ഡോണ്ട് തിങ്ക് we're at a place now where nobody makes fun of anybody for speaking in English. ഗുഡ്. ചില സമയത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നല്ലതാണ്, അത് കഴിഞ്ഞ കാലം ആക്ച്വലി. പക്ഷെ അതുണ്ടായിരുന്നു ഫോർ ഷുവർ. പേടിയായിരുന്നു പണ്ടൊക്കെ, ജാടയാണെന്ന് വിചാരിക്കും എന്നൊക്കെ. ഫുൾ ടാൻജന്റ് ഫുൾ തെറ്റിപ്പോയി. സോ അതിലെന്താ വെച്ചാൽ വിഷ്ണുവിന്റെ ക്യാരക്ടർ, ഹീസ് ഒരു നല്ലവനായ ഉണ്ണി, പക്ഷെ ബാക്കിൽ വേറൊരു ക്യാരക്ടറുണ്ട്. സോ യു ഹാവ് ടു പ്ലേ ടെക്നിക്കലി യുവർ സെൽഫ് പ്ലേയിങ് ഒരു ട്വിൻ ഫേസ്ഡ് ക്യാരക്ടർ. That must have been challenging, right? How did you overcome that challenge? കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ആക്ച്വലി. പക്ഷേ one more nuance to that is that ഇത് സീക്വൻസിലാണ് നമ്മൾ കാണണമെങ്കിൽ സീക്വൻസിലല്ലോ ഷൂട്ട് ചെയ്യണം. So that makes it harder for you. Yeah. അപ്പോൾ മുസ്തഖ while he was directing it, he was super helpful. I think also because he is a very good actor himself. അപ്പോൾ പുള്ളിയുടെ ഈ ജഡ്ജ്മെൻറ്റ് ഭയങ്കര കറക്റ്റായിരുന്നു. അത് അത്രയും അവിടെ കാണിക്കണ്ട, ഇത് കുറച്ച് കൂട്ടാം, ഇത് കുറച്ച് അങ്ങനെ സ്പെസിഫിക്കലി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഐ റിമെമ്പർ ആദ്യത്തെ കുറേ ദിവസങ്ങൾ ഐ ഓൾസോ യൂസ് ടു ആർഗ്യൂ, അതങ്ങനെയല്ലല്ലോ, പക്ഷേ ഇങ്ങനെയൊക്കെ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞാലും ആൾ ആക്ച്വലി ഇത് തന്നെയല്ലേ, അപ്പോൾ അത് കാണൂലേ. അപ്പോൾ മുസ്തഖ വാസ് ഓൾവേസ് വെരി ക്ലിയർ അബൌട്ട് ദ ഫാക്ട് ദാറ്റ് കപ്പേളയിലെ ഓഡിയൻസിന് കിട്ടാൻ പോകുന്ന എക്സ്പീരിയൻസിൻ്റെ ഏറ്റവും എൻജോയബിൾ ഭാഗം ഇസ് ദാറ്റ് ഫിലിം. അപ്പോൾ അത് എല്ലാവർക്കും വർക്ക് ആവണമെങ്കിൽ കുറച്ച് അൺറിലയബിൾ നാരറ്റർ ആയേ പറ്റൂ. ചില സത്യങ്ങൾ പറയാതിരിക്കണം, ചില കള്ളങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പറയണം. ആ ഡിസിഷൻസ് എല്ലാം മുസ്തഖ ഭയങ്കര കറക്റ്റായിട്ട് എടുത്തത് കൊണ്ടാണ് ഈ പെർഫോമൻസ് അത്രയും വെൽ കാലിബ്രേറ്റഡ് ആയിരുന്നെന്ന് നമുക്കിപ്പോൾ തോന്നുന്നത്.
ഞാൻ അതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ആക്ച്വലി കുറേ ഉണ്ട്. ഒരുപാടെണ്ണം ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ മുസ്തക കറക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ലൈക്ക് വാട്ട് ഐ ലൈക്ക് ടു തിങ്ക് അബൌട്ട് ഇസ് സംതിങ് ഐ എം ഹാപ്പി അബൌട്ട് ഇസ് പുള്ളി കറക്റ്റ് ചെയ്ത് തരുമ്പം ആ പരിപാടി പിടിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെയാണ് ഈവൻ വെൻ ഐ വാസ് ഇൻ കൺവിൻസ്ഡ്, അങ്ങനെയല്ലല്ലോ ഇത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഒരെണ്ണം ഒന്ന് ചെയ്യും എന്ന് പറയുന്ന മൊമെൻറ്റ്സിൽ പോലും നമ്മുടെ ജോലി അതാണല്ലോ എസെൻഷ്യലി. ഡയറക്ടർക്ക് വേണ്ട പരിപാടി അത് പ്രൊഡ്യൂസ് ചെയ്യാനും കൂടെ പറ്റണം. യു ഹാവ് ടു വർക്ക് ആസ് എ ടൂൾ. അത് പറ്റിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഹി വാസ് ഏബിൾ ടു സ്ട്രിങ് ഇറ്റ് ഓൾ ടുഗെദർ, മേക്ക് ദ ഫിലിം, മേക്ക് ദി എഫക്റ്റീവ് ഫിലിം ദാറ്റ് ഹി ഡിഡ്. ആൻഡ് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നി ആ പുള്ളിയുടെ ആ ജഡ്ജ്മെൻറ്റുകളൊക്കെ കറക്റ്റ് ആയിരുന്നു. നന്നായി ഞാൻ ആർഗ്യൂ ചെയ്തെങ്കിലും നമ്മൾ പല മൊമെൻറ്റ്സിൽ നമ്മൾ 2 ടേക്കും എടുത്തിട്ടുണ്ട്. എനിക്കായിട്ടുള്ള ഒരെണ്ണം മുസ്തകയ്ക്കായിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ എല്ലാം പുള്ളിയുടെ ടേക്കുകളായിരുന്നു കറക്റ്റ്. The fact that I was able to do it convincingly is what I am happy about now. ആനന്ദത്തിൽ ഞാൻ റീസെന്റ് ആനന്ദല്ല ടാൻ ലൈൻസിൽ തന്നെ 8-pack abs ആണ്. അപ്പൊ തൊട്ടിട്ട് ചത്തപച്ച വരെ 8-pack abs പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്, പിന്നെ തിരിച്ചു പിടിക്കണം കണ്ട പറയില്ല. പക്ഷേ how you been, because you are a foodie too. ബിക്കോസ് എപ്പോ ഏത് ഇന്റർവ്യൂ കണ്ടാലും പൊറോട്ടയും ബീഫും ഏത് ചേട്ടന്റെ കടയാ, ബാലഞ്ചേട്ടന്റെ കടയിൽ പൊറോട്ടയും ബീഫും കഴിക്കണ കഥയൊക്കെ കേൾക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മുടെ നാട്ടിലെ ഭക്ഷണം. ലൈക്ക് ഒബ്വിയസ്ലി എൻജോയ് ഫുഡ് ലൈക്ക് ഫ്രം അറൗണ്ട് ദ വേൾഡ്. പക്ഷേ ഇത് അഗൈൻ കുറേയൊക്കെ ഈസ് the fact that I've been working consistently from when I was 17 years old. I genuinely enjoy working out. In fact, ഞാനത് ചെയ്തില്ലെങ്കിൽ എനിക്ക് കാപ്പി കുടിക്കാത്ത പോലെ ഒരു ദിവസം. എങ്ങനെ ജിം ആണോ യൂഷ്വലി? ഇപ്പൊ ഇങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി ഞാൻ കറന്റ്ലി യോഗയും വെയിറ്റ് ട്രെയിനിങ്ങും രണ്ടും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണ്. ബിക്കോസ് ചത്താപ്പച്ചയ്ക്ക് മുമ്പുള്ള കുറച്ച് ഇൻറ്റൻസ് സ്ട്രെങ്ത് ട്രെയിനിങ് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൂട്ടൊന്ന് സ്പൈസ് അപ്പ് ചെയ്യാൻ തോന്നി. അതിനു മുമ്പ് ബോഡി വെയിറ്റ് ട്രെയിനിങ് ആണ് ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ടാൻ ലൈൻസിൻ്റെ ഒക്കെ സമയത്ത് കുറച്ച് നാൾ കളരി ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഡ്രാമ സ്കൂളിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഞാനത് കണ്ടിന്യൂ ചെയ്തായിരുന്നു ആ സെയിം ആളുടെ അടുത്ത് തന്നെ. അപ്പം അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഇറ്റ്സ് ഓൾസോ ഓരോരുത്തരുടെയും ഐ തിങ്ക് ബോഡി ടൈപ്പ്. ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഒരു അത് എല്ലാവരും ഇങ്ങനെ പറയും കേട്ടോ. പക്ഷെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ബൾക്കപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ റിയലി സ്ട്രഗിൾ. ഇത് 7 നേരം ബട്ട് ലൈക്ക് ചത്താപ്പച്ചയ്ക്ക് വി വർ ഏബിൾ ടു ഫൈൻഡ് എൻ ഇൻ ബിറ്റ്വീൻ വെയർ അദ്വൈത് വാസ് ഓൾസോ ഓക്കെ. ഇനിഷ്യലി അദ്വൈത് വാസ് ലൈക്ക് നല്ല സൈസ്, ലൈക്ക് ഇയാൾ ജയിലിൽ നിന്നൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ മസ്ക്യുലർ, ഹി ഹാസ് ടു സീം സ്ട്രോങ്. ബേസിക്കലി വെറ്ററിനെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒത്തൊരു ഫിഗറായിട്ട് വെറ്റ് വന്നിക്കണം. ഇറ്റ് വാസ് ഫോർ ബിജു ചേട്ടൻ്റെ കൂടെ ചെയ്ത 1000 കിനാക്കളാൽ എന്ന് പറഞ്ഞൊരു പടത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊരു ബൾക്കിംഗ് അപ്പ് റിക്വയർമെൻറ്റ് വന്നത്. ആ സമയം ഐ ഹാഡ് ടു ഈറ്റ് 7 times a day. എന്നിട്ടാണ് പതുക്കെ ഇത് കാണിച്ചു തുടങ്ങിയത്. എല്ലാത്തിൻ്റെയും പാൻറ്റിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ സൈസ് ഒന്ന് കൂടിയത് 7 മീൽ വെച്ച് കഴിച്ചിട്ടാണ്. അത് പാടാ. കാരണം ഒന്ന് വിശക്കുന്നതിന് മുമ്പ് കഴിക്കണം, സെക്കൻഡ്ലി വേറെ ഒന്നും നടക്കൂല ഇൻ ദ ഡേ. ഓൺലി ഈറ്റിംഗ് ഹാപ്പൻസ്. 7 meals എന്ന് ആലോചിക്കിയാൽ എവറിത്തിങ് ഹാസ് ടു ബി പ്ലാൻഡ് അറൗണ്ട് യുവർ മീൽസ്. യു ഹാവ് ടു ബി ഹോം ബേസിക്കലി. അല്ലെ പുറത്താണെങ്കിൽ ഇന്ന സമയമാകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് സാധനം മേടിച്ച് കഴിക്കണം. എല്ലാം ഇങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം. ടാസ്ക്കാണ്. Your favorite thing to cook is chicken curry? That's the only thing I can cook. Hence my favorite. കാരണം സെക്കൻഡ് ഒരു ഓംലെറ്റ് ഒക്കെ അതൊക്കെ എങ്ങനെ പറയുന്നത്. I can't really cook. It's not, I get so frustrated with it. Like ഇത്രയും പണി എടുത്തിട്ട് 10 minutes കഴിച്ചു കഴിയും എന്നുള്ളത് ആലോചിക്കുമ്പോൾ ലൈക്ക് ചിക്കൻ കറി എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സമയത്ത് വേറെ നിവർത്തില്ലാച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് തുടങ്ങി. പക്ഷേ ഐ വാസ് നെവർ ഏബിൾ ടു റിപ്പീറ്റ് മൈസെൽഫ്. ഐ മെയ്ഡ് 1 legendary ചിക്കൻ കറി, ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. കാരണം അത് കഴിഞ്ഞൊരു 10 പ്രാവശ്യം കൂടി ട്രൈ ചെയ്തപ്പോൾ 10 ഡിഫറെൻറ്റ് ചിക്കൻ കറി വന്നു. ആ 10ഉം ആ ചിക്കൻ കറി ആയിരുന്നില്ല. അപ്പോൾ അതോടെ ഞാൻ തളർന്നു പോയി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല. ലോക്ക്ഡൗണിൽ വേറൊരു കാര്യം കൂടി ചെയ്ത് സി യു സൂണാണ്. സോ യു ഹേറ്റ് സീയിങ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എന്നാണ് യു stated, right? വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുമ്പോൾ ഇഷ്ടമല്ല. You don't like seeing yourself. I wasn't particularly comfortable. അത് കഴിഞ്ഞിട്ടാ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്ത്? ഞാൻ ഇത് പണി ചെയ്യണം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഡിവൈസിന്റെ ബാക്ക് ക്യാമറ തന്നെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്.
അപ്പൊ ആ ഏകദേശം ഒരു ജഡ്ജ്. അപ്പൊ ബേസിക്കലി സിനിമറ്റോഗ്രാഫർ അപ്പുറത്തെ സൈഡിലുണ്ട്, ഈ ഡിവൈസ് ഒരു ഫ്രെയിമിലാണ്. അപ്പൊ ഞാൻ ഈ ഫ്രെയിമാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഫ്രെയിം ചെയ്യാൻ അത്ര എളുപ്പം പറ്റില്ലല്ലോ ബാക്ക് ക്യാമറ ആകുമ്പോൾ. അപ്പൊ അത് പാളി പോകുമ്പോഴൊക്കെ ആക്ച്വലി സബിൻ ഹൂ ഷോട്ട് പെണ്ണും പൊറാട്ടുണ്ടാവും, ബ്രില്യൻ സിനിമറ്റോഗ്രാഫർ. സബിൻ്റെ അങ്ങനത്തെ കുറേ ഗൈഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൻഡ് ഐ പേസ്റ്റഡ് another smaller phone onto the back of this phone. ഇതൊക്കെ മഹേഷേട്ടനും നമ്മളെല്ലാവരും കൂടെ R&D ചെയ്തെടുത്ത വിദ്യകളാണ് കേട്ടോ. ഐ പേസ്റ്റഡ് എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രം ബുദ്ധിയല്ല. പക്ഷേ ഒരു സ്മോളർ ഫോൺ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, ഓൺ വിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കൗണ്ടർ വീഡിയോ വാസ് പ്ലേയിങ്. അപ്പം അങ്ങനെ ഒരു എൻജിനീയറിംഗ് ഹാക്ക് ഉണ്ടായിരുന്നു. അത് ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി കൂടുതലായതുകൊണ്ട് മാത്രമല്ല, അത് എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റത്തൊന്നുമില്ല. Throughout season, I basically just had to get used to it. You said ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ it's a new team, new set of people. I find that very fascinating because you have to do this constantly. പക്ഷേ a regular person doing a regular job, അവർക്ക് ഇത് once in a while ചിലപ്പോൾ നടക്കേണ്ടതാണ്. When they quit one organization, പുതിയൊരു ഓർഗനൈസേഷനിൽ പോകുന്നത്. I find that you'll be able to provide value there. ഒരു പുതിയ ടീമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ how do you approach that situation? Like I've seen people make mistakes where പഴയ കമ്പനിയിൽ പൊള്ളിയായിട്ടുള്ള ആളായിട്ടുണ്ടാവും, അയാൾ ഇവിടെ വന്നിട്ട് ഞാൻ പുലിയാണ്, ഞാൻ ഇവിടെ അത് ചെയ്യും മറിക്കുന്ന പറഞ്ഞാൽ you have a bad impression of that person because then and there you're like, oh, this guy is too bragging a little too much. അപ്പോൾ what do you do ഒരു പുതിയ ടീമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ? How do you approach entering a new team, working with a new team? I think firstly always let the work do the talking. അത് ലൈക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. The moment you do the talking, രണ്ടുപേർക്കും ഡിസഡ്വാൻറ്റേജാണ്. അവർക്ക് ആസ് ഇൻ ലൈക്ക് ഫോർ പീപ്പിൾ ഹു ആർ വർക്കിംഗ് വിത്ത് യു, they have to bear the weight of that, and for you have to carry that pressure also. നമ്മൾ ആദ്യം ഞങ്ങൾക്ക് ഇത്തരം പരിപാടികളൊക്കെ എനിക്കറിയാം, ബേസിക് കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ബേസിക് തെറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്തിനാണ് ആ പ്രഷർ എടുത്തുകൊണ്ട് നടക്കുന്നത്? കുറേ കൂടെ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം. വെൻ യു ഗോ ഇൻ ലൈക്ക് യു ആർ എ സ്റ്റുഡൻറ്റ്, യു ആർ കോൺസ്റ്റൻ്റ്ലി ലേണിംഗ്. സോ വാട്ട് ഇഫ് ദേ തിങ്ക് ദറ്റ് യു നോ 5 things lesser than what you actually do? എനിക്ക് ഈ 5 സാധനം കൂടെ അറിയാവുന്ന ആദ്യം തന്നെ ക്ലെയിം ചെയ്ത് വെറുതെ ആ പ്രഷർ എടുത്ത് തലയിൽ വെക്കരുത്. അത് ഐ ട്രൈ ടു നോട്ട് ഡു ദാറ്റ്. ഇറ്റ്സ് എ ലോട്ട് മോർ ഫ്രീ വെൻ you go in as a guy who makes mistakes. Don't make mistakes so much that people want to kill you, obviously, and like waste everybody's time. But you have to leave that margin for error. അതൊന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നും ഗെയിൻ ചെയ്യാനില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഐ ഓൾവേസ് ഫൈൻഡ് ഈ പറയുന്ന പോലെ ത്രൂ വർക്ക് ഈസ് വെൻ ഐ ഡോണ്ട് പുട്ട് ടു മച്ച് എഫേർട്ട് ഇൻ ടു മേക്കിംഗ് ഫ്രണ്ട്സ് ഓർ ലൈക്ക് മേക്കിംഗ് കണക്ഷൻസ്. ഐ ഫീൽ ലൈക്ക് ഇറ്റ് വിൽ ഹാപ്പൻ ത്രൂ ദ വർക്ക്. അതിലേക്ക് ഭയങ്കരമായിട്ട് അതും ഭയങ്കര അൺഡ്യൂ പ്രഷർ അല്ലേ ആക്ച്വലി. ലൈക്ക് അടുത്ത് പോയി ചെയർ വലിച്ചിട്ടിരുന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചോളാം, അവർക്ക് ചിലപ്പോൾ വേറെ പണിയൊക്കെ ഉണ്ടാവും ചെയ്യാൻ. അപ്പോൾ ലൈക്ക് ആസ് യു ഡു ദ വർക്ക് ദർ വിൽ ബി മൂമെന്റ്സ് വെൻ ലൈക്ക് എസ്പെഷ്യലി സിനിമയുടെയൊക്കെ കാര്യത്തിൽ ഇറ്റ് ഇസ് ആർട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ലൈക്ക് വാട്ട് ക്യാൻ ഇറ്റ് ഡു ഇഫ് ഇറ്റ് can't establish a connection between two people who are working on it at the same time, right? So trust that. അത് ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. അപ്പം ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ് എനിക്ക് സിനിമയിൽ നിന്ന് നാടകങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ. ആൻഡ് ലൈക്ക് ദ ബെസ്റ്റ് ഓഫ് ദോസ് പീപ്പിൾ ഹു ആർ ഇൻ മൈ ലൈഫ് കോൺസ്റ്റൻ്റ്ലി ഓൾ പീപ്പിൾ ഹു ജസ്റ്റ് ലൈക്ക് ഹാപ്പൻ ടു മീ. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇന്ന ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടേ വരുവുള്ളൂ അങ്ങനെ വിചാരിച്ച് പോയിട്ടുള്ളപ്പോഴൊന്നും നടന്നിട്ട് പോലുമില്ല ആക്ച്വലി. ഇത് ഭയങ്കര ഈസില് അങ്ങനെ ആ പ്രോസസ്സിൻ്റെ കൂടെ നടക്കണം. സോ ഐ ഫീൽ ലൈക്ക് ദിസ് ഹോൾ ഐഡിയ ഓഫ് ബ്ലെൻഡിങ് ഇൻ. അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പുതിയ ഗ്രൂപ്പ് കുറച്ച് ആൾക്കാരുടെ കൂടെ ഐസ് ബ്രേക്കിംഗ് വർക്ക്ഷോപ്സ്. ദാറ്റ്സ് ജസ്റ്റ് ടു ബ്രേക്ക് ഡൗൺ ഇൻവിസിബിൾ ഷീൽഡ്സ് ദാറ്റ് വി പുട്ട് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ourselves so we can bypass some of the time that it will take to for people to like reveal more about themselves. അതൊക്കെ ചിലപ്പോൾ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തേക്കാം. apart from that, trust that it will happen with time, like, and just always focus on the work. I think that helps. Yeah. Now, what advantage you think you had for you to be able to go to Bollywood? It is not something that's always held true in like a lot of my life, but at that point I'd like to believe I was really lucky because AK watched മൂത്തോൻ്റെ ഒരു എഡിറ്റ് കണ്ടിട്ട് പുള്ളി വിളിക്കുക
അപ്പോൾ ദാറ്റ് ഹാപ്പൻ ബിക്കോസ് ഓക്കെ രാജുവേട്ടനും ഗീതുവും ചെയ്യുന്ന പ്രോജക്റ്റ് AK was ഡയലോഗ് റൈറ്റർ ഹിന്ദി പോർഷൻസിന്, അങ്ങനെയൊക്കെ ഇതെല്ലാം ബൈ ചാൻസ് സംഭവിച്ച കാര്യങ്ങളാണ്. ആൻഡ് ഓൾസോ ഹ്യൂജ് ക്രെഡിറ്റ് ടു ഹിം. ഒരു അഡ്രസ് ഇല്ലാത്തൊരു ആക്ടറിനെ കണ്ട് ഒരു പരിപാടിയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വേറെ ഒന്നും അന്വേഷിക്കാതെ ഇമ്മീഡിയറ്റ്ലി കാസ്റ്റ് ചെയ്ത്. Despite going into movies, you still stick to theatre. Why is that? Why do you stick to theatre? I don't think one is above the other. എനിക്ക് രണ്ടിനും കിട്ടുന്ന ത്രില്ല് ഡിഫറെൻ്റ് ആണ്, ഭയങ്കര ഡിഫറെൻറ്റാണ്. ആൻഡ് ഫേസ്റ്റ്ലി ലൈക്ക് ഏറ്റവും ഇപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യം ഇസ് നാടകം പലതവണ ചെയ്യും. അപ്പോൾ യു ഹാവ് ടൈം ടു ഇവോൾവ് വിത്ത് ദ പ്ലേ ആൻഡ് ഓൾസോ ടു ഫിക്സ് ലിറ്റിൽ തിങ്സ് ഹിയർ ആൻഡ് ദാറ്റ് ടു മേക്ക് ദ പ്ലേ ബെറ്റർ ആൻഡ് ബെറ്റർ. With films you're doing it one time and then it is part of history. About the things that have gone wrong, deal with it and try and fix it in a different film somewhere else in your journey. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരു ലൈക്ക് ഇഫ് ദർ ഇസ് എൻ ഐഡിയ ദാറ്റ് കൺസിസ്റ്റൻ്റ്ലി ഇൻസ്പയർസ് us and we want to keep making it better and you don't want to do it all alone then like ഒരു പരീക്ഷയ്ക്ക് ചെയ്യുന്നത് പോലെ യു ആർ ഡൂയിങ് ഇറ്റ് വിത്ത് an audience actually. ഓരോ ഷോ കഴിയുമ്പോഴും സംതിങ് ന്യൂ ക്രാക്ക് ഇസ് റിവീലിംഗ്. അപ്പോൾ അവിടെ കുറച്ച് പുട്ടിയിട്ട് അടുത്തൊരു അവിടെ കുറച്ച് ചോറ് വെച്ച് ഒട്ടിച്ച് തൽക്കാലം അടുത്ത ഷോ ചെയ്ത് പിന്നെ വന്നിട്ട് ഇത് മൊത്തത്തിൽ ഇവിടെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് കേട്ടോ ഗൈസ്, ആ സൈഡ് മൊത്തം ചെതലാണ്. അപ്പോൾ അങ്ങനെ യു റീവർക്ക് ദിസ് തിങ്. അപ്പോൾ ലൈക്ക് അതിലൂടെ ഈ നേരത്തെ ഹിന്ദി പഠിച്ചിട്ട് ഈ പടത്തിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഈസ് ഡെഫിനറ്റ്ലി ബെനിഫിറ്റിംഗ് യു ഇൻ എവ്രി അതർ പ്രോജക്റ്റ്. അപ്പം അങ്ങനത്തെ കുറേ ലേണിംഗ് ഉണ്ട് എനിക്ക്. ചിലപ്പോൾ നാടകങ്ങളിൽ നിന്ന് ഞാൻ തുടങ്ങിയത് കൊണ്ടൊക്കെ ആയിരിക്കും. All of the basics that I've learned have come from theatre. അപ്പോൾ എനിക്ക് it is also a place of learning. It is a school. അത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും that belief is reinforced. I always come back thinking, wow, I learned so much. മൂവീസിൽ വല്ലതും ഉണ്ടോ which you've learned from movies that you've put into theatre? Yeah, lots of things. Like most importantly ഈ പറഞ്ഞ സാധനം that spontaneously ആ മൊമെൻറ്റിൽ ഒരു ഓണസ്റ്റി ഉണ്ടാവണം. തിയേറ്റർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യം അത് ചെയ്യാൻ തോന്നിയാലും ഇല്ലെങ്കിലും ചെയ്യുമായിരുന്നു. സിനിമ ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ ഇത് ആക്ച്വലി ഇതിനൊരു ഇമ്പൾസ് വരണം, ഇത് ആ മൊമെൻറ്റിൽ നിന്നുണ്ടായി വരണം ഈ പരിപാടി എന്നുള്ളത് കുറച്ചും കൂടെ ഡെപ്തിൽ മനസ്സിലാക്കിയത്. അപ്പോൾ അത് നേരെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തപ്പോൾ ഇത് കുറച്ചും കൂടെ ലൈവ്ലി ആയി തുടങ്ങി. ആ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി എന്നൊക്കെ പതുക്കെ മാറി തുടങ്ങിയത് ഇത് വന്നപ്പോഴാണ് ആക്ച്വലി. And Bye Bye Bypass, that's your dream baby, right? Yeah. Why did you choose to do it as a play and not say a web series or a short film or something like that? It's just the beginning of exploration. I feel like അതൊരു ലൈക്ക് ഇപ്പം അതിനൊരു സ്ക്രിപ്റ്റിൻ്റെ ഫോമൊക്കെ ഉണ്ട്, പക്ഷെ ആ ഫോം ഒന്ന് ഡയല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഫോമിലേക്ക് കുറച്ച് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കോർ ഐഡിയ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇനിയും ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. അതിന് പല ഫോംസിൽ നമുക്ക് ആ കഥ പറയാൻ പറ്റും, പല മീഡിയത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൈവശമുള്ള ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള മീഡിയമാണ് തിയേറ്റർ. സോ ജസ്റ്റ് ടു സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് ദിസ് ഐഡിയ വി സ്റ്റാർട്ടഡ് വിത്ത് ദ പ്ലേ ബൈ ബൈ ബൈപാസ്. There will be more. We will do more with it, with that core idea. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഇതിനൊരു തലയും പാലും ഇല്ലാത്തൊരു രൂപത്തിലായത് ശരിക്കും. കുറേ നാളായിട്ട് ഈ കഥ എൻ്റെ കയ്യിൽ ഉണ്ട്, കഥയുടെ ഒരു കോർ ഭാഗം. അപ്പോൾ എപ്പോഴോ തോന്നിയിട്ട് ഇത് കുറച്ച് പേരെടുത്ത് പിച്ച് ചെയ്ത് അവർ ദേ ഓൾ റെസ്പോണ്ടഡ് നോട്ട് വിത്ത് നോട്ട്സ് ഓൺ ദാറ്റ് കഥ, ദേ ഓൾ റെസ്പോണ്ടഡ് വിത്ത് ദെയർ ഓൺ കഥാസ്. അപ്പോൾ അതിലേക്കുള്ള എല്ലാവരുടെയും ഈ തീമിൽ പെടുന്ന ഒരു കഥയുണ്ട്. സോ ഐ റിയലൈസ് വാട്ട് ഐ ഹാഡ് വാസൻറ്റ് റിയലി എ സ്റ്റോറി, വാസ് എ തീം. അതിലേക്ക് പിന്നെ എൻ്റെ കോ റൈറ്റേഴ്സ് ശ്രുതിയും ഫ്രാൻസിസും വന്നപ്പോൾ അവരുടെയും ഇൻപുട്സ് കുറേ ഉണ്ടായി. അപ്പോൾ തന്നെ ഫെൽറ്റ് ലൈക്ക് ഇത് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തീമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു നാരറ്റീവ് സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ നിന്നൊരു പീസ് ഉണ്ടാക്കി നോക്കാം. ആ സാധനമാണ് ഇപ്പോൾ ബൈ ബൈ ബൈപാസ്. അതിൽ നിന്ന് ദിസ് തീം ഇസ് കേപ്പബിൾ ഓഫ് സോ മച്ച് മോർ. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഡൈവിംഗ് ബോർഡും കൂടെ ആയിട്ടാണ് ഈ പ്ലേനെ കാണുന്നത് ആക്ച്വലി. Even if you've not lost ഒരു തറവാട് പോയിട്ടില്ലെങ്കിലും the play talks about hanging out with cousins in summer and you will relate to at least one of those cousins. Absolutely. Like അതിൽ കാണുമ്പോൾ I was thinking,
you were the Changanasheri boy, right? ബാക്കിയുള്ളവർ അവിടേക്ക് വരണ്ടായിരുന്നു. So you were the guy who got left behind when everybody left. And same thing എൻ്റെ കേസിലും അങ്ങനെയായിരുന്നു. എൻ്റെ കസിൻസ് ഒക്കെ സൗദിയിലും ഇതൊക്കെ ആയിട്ട് അവർ വരും പിന്നെ അവർ പോവും. So ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടില്. And I was relating so hard to that guy's plight. You know, അവര് പോയി കഴിഞ്ഞിട്ട് there's this one section where you know എല്ലാവരും പോയി and he's alone. And you know ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. I was like, you know, ശരിക്കും ടിയർ ജോക്കറായിരുന്നു. ഇത് ലൈക്ക് എൻ്റെ കുറെ മറ്റേ ഷെയ്ഡ്സ് അവിടെ ഇവിടെ എല്ലാവരിലും ഉണ്ട്, പിന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഉണ്ട്. പക്ഷെ ഇത് ഇപ്പൊ 10 പേര് കാസ്റ്റിൽ തന്നെ ഉണ്ട്. എക്സ്റ്റെൻഡഡ് ഗ്രൂപ്പ് വിൽ ബി 16 or 17. പിന്നെ എൻ്റെ കോ റൈറ്റേഴ്സ് 2 പേരുണ്ട്. മൈ സിസ്റ്റേഴ്സ് ബീൻ എ ഹ്യൂജ് പാർട്ട് ഓഫ് ലൈക്ക് ഡെവലപ്പിംഗ് ദ സ്റ്റോറി. ഇങ്ങനെ നോക്കിയപ്പോൾ ഹ്യൂജ് പാർട്ട് ഓഫ് ദ ചൈൽഡ്ഹുഡ്. ഷീസ് മെനി ഷെയ്ഡ്സ് ഓഫ് ഹെർ ഓൾസോ, മെനി പാർട്സ് ഓഫ് ഹെർ ഇൻ പ്ലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു ലൈക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ലൈക്ക് ഈ പാർട്സ് എല്ലാം ഈ കുട്ടികളെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പാർട്സ് എല്ലാം കൂടി ചുമ്മാ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ആർ സോ മെനി പീപ്പിൾ ഹൂ ദീസ് പാർട്സ് ബിലോങ് ടു വൺ. ആൻഡ് മേ ബി ഇറ്റ്സ് ഈവൻ റൈറ്റ് ടു സേ ദാറ്റ് എവ്രി പേഴ്സൺ വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് പാർട്സ് ഇൻ ദം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി എനിക്ക്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ലൈക്ക് ഹോം ഇസ് സച്ച് എ യൂണിവേഴ്സൽ ഐഡിയ എന്ന് പറയുമ്പോൾ എസെൻഷ്യലി നമ്മൾ പറയുന്നത് അതാണ്. എല്ലാവരുടെയും ഭാഗം എന്തോ പറഞ്ഞ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. അത് ഭയങ്കര പവർഫുൾ ഒരു ഐഡിയ ആയിട്ട് തോന്നി. ദാറ്റ് ഈസ് വൈ വി തിങ്ക് ദാറ്റ് ഈ ഐഡിയ വെച്ചിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. It was my first play actually. Yeah, I've never seen it before. I was like, oh, is this how it happens? Yeah, with the lights off and all. It's so much fun. Yeah. It's a great art form. And ക്രിക്കറ്റ് കളി അതിൽ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. ഹൗ ദ ക്രിക്കറ്റ് മാച്ച് ഇസ് ഷോൺ. ഇറ്റ്സ് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇറ്റ്സ് എ പവർ ഓഫ് ഇമാജിനേഷൻ. ദർ ഈസ് ദ ഫോർത്ത് വാൾ. സോ ഹൗ ഡു യു ക്യാമറ ആംഗിൾ ഒന്നും മാറുന്നില്ല. സോ ഹൗ ഡു യു ഷോ ഇറ്റ് എന്നുള്ള രീതിയിൽ വെരി ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര ഈസി ആയിട്ട് when the audience is actually doing a lot of work ആ സമയത്തൊക്കെ. പക്ഷെ there is some joy to be had in doing that work also. അത് ഭയങ്കര എൻജോയബിൾ ആയി. ഒന്നുമില്ല, നമ്മളിങ്ങനെ ആലോചിക്കുന്നത് നമുക്ക് ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കണം. നാടകം ഭയങ്കര സീരിയസ് ആണെന്നോ ഭയങ്കര ഇൻ്റലക്ച്വൽ ഒരു പരിപാടി മാത്രമാണെന്നോ ഒന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. പലതരം സിനിമകളുള്ള പോലെ പലതരം നാടകങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും താല്പര്യം ഒരു എൻ്റർടൈനർ നാടകം ചെയ്യാനായിരുന്നു. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ആ ഓഡിയൻസ് കുറച്ച് പണിയൊക്കെ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പല നാടകങ്ങളിലും പല ആൾക്കാരും ഭയങ്കര സ്മാർട്ട്ലി അത് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മളത് ഈ പ്ലേയിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദേ ഷുഡ് ഹാവ് ഫൺ ഡൂയിങ് ഇറ്റ്. ഇത് അതിൻ്റെ അവസാനം കിട്ടുന്ന റിസൾട്ടിന് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടാവണം. ടോക്കിംഗ് അബൌട്ട് നാടകം ബീങ് ലുക്ഡ് അറ്റ് ആസ് ഇന്റലക്ച്വൽ, നാടകത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും യൂഷ്വലി ആർ ലുക്ഡ് അറ്റ് ആസ് ഇന്റലക്ച്വൽ ആൻഡ് യു നോ ലിറ്റിൽ മോർ വെൽ റെഡ് ആൻഡ് ഒപ്പീനിയനേറ്റഡ് ദാൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. വാട്ട് ഹാസ് യുവർ എക്സ്പീരിയൻസ് ബീൻ ദേർ? ഇറ്റ്സ് എ ലോട്ട് ഈസിയർ ടു ജസ്റ്റ് സേ ഞാൻ കുറച്ച് നാടകമൊക്കെ ചെയ്യും. അത്ര ഭയങ്കര ബുദ്ധിമാനൊന്നും അല്ല. നമുക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് undersell yourself. I don't know if it's underselling or just like being honest about the fact that like this is it. Like എല്ലാവരും പറയുന്നത് എന്തോ നാടക ഡയറക്ടറാണെന്ന്. ഞാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്ടറായത്. ഐ ജസ്റ്റ് വാണ്ട് ടു ഡു എ പ്ലേ, ഐ ജസ്റ്റ് വാണ്ട് ടു ആക്ട് ഇൻ എ പ്ലേ. ഞാൻ കുസാറ്റിൽ മര്യാദയ്ക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന ചെക്കനായിരുന്നു, തല തെറിച്ചു പോയിട്ട്. അതെ, അപ്പോൾ ഇത്രയൊക്കെ എന്താണ്ടൊക്കെ ഒരു പരിപാടി ഒരു ധാരണയുടെ പുറത്ത് ചെയ്യുന്നുണ്ട്. അപ്പം അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്, ഐ എം വെരി ഹാപ്പി. ഏറ്റവും നല്ലതാക്കാൻ തന്നെ കോൺസ്റ്റന്റ്ലി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബട്ട് വി ആർ നോട്ട് ക്ലെയിമിങ് ദാറ്റ് ഇറ്റ്സ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഇറ്റ്സ് ദ ബെസ്റ്റ് ദാറ്റ് ഐ കൻ ഡു. അത്രയും. What are 2 or 3 books that you feel everybody should read? 1984 or Animal Farm, just like, because if not now then when. I also want to say Prophet Song എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ്ലി വായിച്ചൊരു ബുക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ. പിന്നെ വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? പ്രോഫിറ്റ് സോങ്സ് ബേസിക്കലി ഒരു ഭയങ്കര ഡിസ്റ്റോപ്പിയൻ വേൾഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി. അവിടെ മദർ ലുക്കിംഗ് ഫോർ ചിൽഡ്രൻ ഇൻ a state of emergency, where this is going. But like it's set in a country where the reality is completely different right now. പക്ഷേ ആ ബുക്ക് ഇമാജിൻ ചെയ്തിരിക്കുന്ന രീതിയും there's something about like അത് എഴുതിയിരിക്കുന്ന രീതി which like makes you read it a certain way. So I felt like my breath and all was changing when I was reading it. So that was a great experience to get out of a book. I feel like everybody should read it. I've gifted God of Small Things to a lot of people. പിന്നെ Catcher in the Rye to a lot of people, interestingly.
ആക്ടിങ്ങിനാണെങ്കിൽ ജോണത്തൻ ലിവിങ്സ്റ്റൺ സീഗൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അത് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാ, ഒരു ലൈക്ക് ആക്ടർ ഫ്രണ്ട് ഓഫ് മൈൻ, വിച്ച് ഐ ഓൾസോ ഗിഫ്റ്റഡ് ടു എ ലോട്ട് ഓഫ് ആക്ടേഴ്സ്. ചിൽഡ്രൻസ് ബുക്കാണ് ആക്ച്വലി. What is one movie that you've kept seeing over and over? One Malayalam movie that you keep going back to. What is your comfort movie? Comfort movie, I mean, like, probably will be Ramji Rao speaking. But I've also watched Spadigam a lot of times. പിന്നെ ചില സാഡ് സിനിമകളും എനിക്ക് മൂന്നാം പക്കമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ how do you get out of it? ഞാൻ ഒരു സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ റിപ്പീറ്റഡ്ലി ഇരുന്ന് കിരീടം കാണുമായിരുന്നു. ലൈക്ക് ഒന്ന് കണ്ടു തീർത്ത് ഇമ്മീഡിയറ്റ്ലി അങ്ങനെയൊക്കെ ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് ട്രിപ്പ് ചെയ്യും ചില സിനിമ. പക്ഷെ അത് ഒരു സുഖമുണ്ടല്ലോ അതിനകത്ത്. ഐ ഫീൽ ലൈക്ക് എത്ര സാഡ് ഒരു കഥയാണെങ്കിലും എന്താ സം ക്ലോഷർ അറ്റ് ദി എൻഡ് വെൻ ഇറ്റ് എൻഡ്സ് പ്രോപ്പർലി. സ്ട്രക്ചറലി അതൊരു ബ്യൂട്ടിഫുൾ എൻഡിങ്ങിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കിനും എന്തോ ഒരു സുഖമുള്ളൊരു വേദനയൊക്കെ തന്നെയാണ്. നല്ല സിനിമ എന്നൊക്കെ അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെ അതിനെ ഓർക്കും പറയുന്നത്. I think Ithiri Neram is like that, you know. The ending is very, എന്താ പറയുക, you feel pain. പക്ഷെ at the same time it's not bad pain, like you know, like ഡിപ്രഷനിലേക്ക് പുഷ് ചെയ്യണ ഒരു ടൈപ്പ് ഇതല്ല. It is just you feel for the guy. And everybody in the movie actually, you know, you feel for all the characters in the movie. Exactly. Yeah, that's what even വായിച്ചപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ. I hope അതിൻ്റെ ഒരു sequel 10 years down the line we get like a trilogy wala. Oh, I'd love to. Before sunrise, before sunset. പ്രശാന്തും വിശാഖും ഒക്കെ അത് ആലോചിക്കട്ടെ. വിശാഖ് ഇസ് റൈറ്റർ, പ്രശാന്ത് ഡയറക്ടർ. കുട്ടിയുടെ കല്യാണം ആകുമ്പോഴേക്കും അടുത്ത് എന്താ ഇറക്കാം, ക്യാരക്ടറിന്റെ കുട്ടിയുടെ. നോട്ട് യോസ്. ഈ കുട്ടി അന്നും ഇങ്ങനെ തന്നെ. Okay, my final question to you is, റോഷൻ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുകയാണ്. That person knows you're an actor, hasn't seen any movie, ഒന്നുമില്ല. You want to impress that person. Just casually, platonic impress that person, not romantic impress. What one movie would you suggest? Yours. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അതാണ് മൂവി കാട്ടിട്ട് ഇംപ്രസ് ചെയ്യാനാണ്. ഞാൻ ഏതെങ്കിലും കഥയൊക്കെ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ലൈക്ക് ദിസ് ഹാപ്പൻ ടു സംബഡി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം സംബഡി അതായിരിക്കും ഈസിയർ. ഐ ഫീൽ ലൈക്ക് ഐ ഫൈൻഡ് മൈ സെൽഫ് asking people, it's strange because I'm in the film only for 20 minutes, but I find myself asking people to watch Moothoon quite a lot. പലപ്പോഴും ഞാൻ ഇത് കണ്ടിട്ടുണ്ടോ ഈ സിനിമ എന്ന് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ മൂത്തോനെ പറ്റിയിട്ടാണ്. അപ്പം അത് ചിലപ്പോൾ ഒരു സമയത്തിൻ്റെയും കൂടെ ആയിരിക്കും ആ സിനിമ എൻ്റെ ലൈഫിൽ വന്ന സമയവും ആയിരിക്കാം. മേ ബി പുറത്തുനിന്ന് കാണുന്ന ഒരാള് വേറെ എൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരാൾ ചിലപ്പോൾ അതായിരിക്കില്ല സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സ്കൂളിന്റെ കാര്യം പറഞ്ഞ പോലെ എക്സാക്ട്ലി ബ്യൂട്ടിഫുൾ കോട്ടയം വഴി വരുമ്പോൾ പറയാം ഞാൻ കാണിച്ചത് ഏത് റൂട്ടാണ് വരുന്നത് പറയാം. അത് വേണ്ട ഞാൻ വേറൊരു വഴി പറഞ്ഞു തരാം, സൂപ്പർ റോഡാണ്. Anyway, thank you for your time. We've taken far too much. No, but this is great. You know too much, so I also feel like I've spoken about a lot of things that I generally don't speak about in interviews. So I'm feeling quite exposed right now. I hope it's in a good way. But thank you so much for making this conversation happen. Thank you for holding the camera. Thank you guys for watching.